അപ്പൊ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് സയൻസിന്റെ ടോപ്പിക് റിവൈസ് ചെയ്യുക. അത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ ഒന്ന് എന്താണ് ഒന്നും കൂടെ കാണുക. പ്ലസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കാരണം നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. 2022, 23 ആൻഡ് 24 3 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില് പ്ലാന്റ് സയൻസിന്റെ ടോപ്പിക്സ് ആണ്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ പ്ലാന്റ് സയൻസിൽ നിന്ന് വന്ന ഈ 3 വർഷത്തിലും പ്ലാന്റ് സയൻസിൽ വന്ന ടോപ്പിക്സ് ആണ് ഞാനിന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാവേ. അപ്പൊ പ്ലാന്റ് സയൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പം ഓഡിബിൾ ആണോ? എന്റെ വോയിസ് ഓഡിബിൾ ആണോ? എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ, ചാറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, വോയിസ് ഓഡിബിൾ ആണ്. ഓക്കെ ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പം ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മള് സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സിലബസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. സിലബസിനകത്താണ് ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. അതായത് സിലബസിനകത്ത് പ്ലാന്റ് സയൻസസിനകത്ത് നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്തത്. ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, വാസ്കുലർ സിസ്റ്റം ഇൻ പ്ലാന്റ്സ്, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്, ഫോട്ടോസിന്തസിസ്, ഫോട്ടോ പീരിയോഡിസം, വേർണലൈസേഷൻ ആൻഡ് ബയോജിയോകെമിക്കൽ സൈക്കിൾസ്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്ത ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോവാണ്. ഒന്നും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കുകയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റ്സ് ആയിരുന്നു. അതായത് നമ്മൾ ഓർഡറിലാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. ഞാൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ ആദ്യം ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് എടുത്തത്. അത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം എടുത്തത്. കാരണം അതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് മറന്നു പോവാത്ത സിമ്പിൾ ടോപ്പിക് ആയതുകൊണ്ടാണ് അത് ആദ്യം എടുത്തത്. പക്ഷെ നമ്മൾ ഇന്ന് പറയുന്നത് ഓർഡർ അനുസരിച്ച് സിലബസിൽ അതേ ഓർഡറിലാട്ടോ ഞാൻ പറയുന്നത്. നമ്മളെല്ലാം ഇത് കവർ ചെയ്ത പോർഷൻസ് ആണ്. ജസ്റ്റ് ഒന്നും കൂടെ ഇത് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ബ്രയോഫൈറ്റ്സിനെ കുറിച്ചായിരുന്നു. അത് നമ്മുടെ സിലബസിൽ ആദ്യം വരുന്ന ബ്രയോഫൈറ്റ്സ് ആണ്. എന്താണ് ബ്രയോഫൈറ്റ്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഡാംപ് ആൻഡ് ഷെയ്ഡഡ് ഏരിയാസിൽ കാണുന്നത് പ്ലാന്റിന്റെ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മളെ ഭൂമിയിൽ തുടങ്ങിയ സമയത്ത് മുതൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് നമ്മളെ ഭൂമി ഉത്ഭവിച്ച സമയത്ത് ഉണ്ടായ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അവരെ കുറിച്ചാണ് നമ്മൾ ആദ്യം പ്ലാന്റ് സയൻസ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അവരെ കുറിച്ചാണ്. പിന്നെന്താണ് അവരുടെ ക്യാരക്ടേഴ്സ് ആണ്, അതായത് അവരുടെ എന്തൊക്കെയാണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ് നമ്മൾ. അപ്പം ഞാൻ ഈ സ്ലൈഡിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളണേ. ഞാൻ ഈ സ്ലൈഡിനകത്ത് കൊടുത്തിരിക്കുന്നത് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് ഈ ഏരിയാസ് എന്നൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ. ആ ഏരിയാസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്ലൈഡിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ സ്ലൈഡ് നാളെ തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അതായത് നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കോച്ചിങ് സ്ഥലത്ത് നിന്ന് അയച്ചു തരൂ ഇത്. അപ്പം ഇത് എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ആയിട്ടും ഈ നോട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കണം. നിങ്ങൾ ഇത്രയും നാൾ പഠിച്ചതൊക്കെ ഈ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നല്ലോ എങ്ങനെയാണ് അവസാന നിമിഷം ആവാൻ. ഇപ്പം നിങ്ങളുടെ എക്സാം ആവാറായല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇനി ഈ പറഞ്ഞ പോലെ ഈ സ്ലൈഡുകൾ എല്ലാം ഒന്ന് ഓട്ടിച്ച് വായിച്ചു നോക്കുക. കാരണം ഇത്രയും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും തന്ന സ്ലൈഡ് അല്ല, അതേ സാധനം തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് മാത്രമാണ് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതാണ് ഈ ഒരു സ്ലൈഡിനകത്ത് ഫുൾ ഉള്ളത്. അപ്പം ഇത് എന്തായാലും നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ സ്ലൈഡുകളെല്ലാം ഒരു 2 പ്രാവശ്യമെങ്കിലും മിനിമം വായിച്ചു നോക്കാം. കാണാപ്പാഠം പഠിക്കരുത്, വായിച്ചു നോക്കുക. കാരണം നിങ്ങൾ ആൾറെഡി പഠിച്ച കാര്യമാണ്. പഠിച്ചതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു സ്ലൈഡിനകത്ത് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് അപ്പം ബ്രയോഫൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ തന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ബ്രയോഫൈറ്റ്സ് മാത്രമല്ല, ടെറിഡോഫൈറ്റ്സ് ആണെങ്കിലും ജിംനോസ്പേംസ് ആണെങ്കിലും ആൻഡ് ഈ 4 പേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്? അതായത് ഇവർ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവരുടെ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക ഒരു ബ്രയോഫൈറ്റ്സിനുള്ള ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ്. ബ്രയോഫൈറ്റ്സിന് മാത്രമല്ല മറ്റുള്ളവർക്കും ഉണ്ട്. ബ്രയോഫൈറ്റ്സ് ആദ്യം പറയുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഡോമിനന്റ് പാർട്ട് ഏതാണ്, അതുപോലെ തന്നെ റിസസീവ് പാർട്ട് ഏതാണെന്നുള്ളത് അതൊക്കെ നമ്മൾ പഠിക്കുക.
അതായത് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ബ്രയോഫൈറ്റ്സിന്റെ ആണെങ്കിലും ടെറിഡോഫൈറ്റ്സിന്റെ ആണെങ്കിലും അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇതും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ബ്രയോഫൈറ്റ്സിന് എന്ത് ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, എന്ത് കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിതെല്ലാം ആൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ബ്രയോഫൈറ്റ്സിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് റീപ്രൊഡക്ഷൻ ആണ്. റീപ്രൊഡക്ഷൻ ഞാൻ റീപ്രൊഡക്ഷൻ സ്ലൈഡ് ഇട്ടിട്ടില്ല, ഇതിനകത്ത് ജസ്റ്റ് പറഞ്ഞിട്ടേ ഉള്ളൂ. റീപ്രൊഡക്ഷൻ മസ്റ്റ് ആണ്. അതായത് നിങ്ങൾ റീപ്രൊഡക്ഷൻ കാണാപ്പാടം പഠിച്ചു വെക്കണം എന്നല്ല ഞാൻ പറയുന്നത്. റീപ്രൊഡക്ഷനകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സുകൾ, അതായത് ഇപ്പൊ റീപ്രൊഡക്ഷനകത്ത് ബ്രയോഫൈറ്റ്സിന് വലിയ ഈ പറഞ്ഞ പോലെ യമണ്ടൻ ഈ റീപ്രൊഡക്ഷൻ ഒന്നും ഇല്ല. ബ്രയോഫൈറ്റ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് റീപ്രൊഡക്ഷനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടേംസുകൾ, അതൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അതാണ് ബ്രയോഫൈറ്റ്സിന്റെ റീപ്രൊഡക്ഷൻ. പിന്നെ ഏറ്റവും ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഏറ്റവും കൂടുതലും ചോദിച്ചിരിക്കുന്നത് ഈ പ്ലാന്റ് സയൻസിന് ചോദിച്ചിരിക്കുന്നത് ഈ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ഈ 4 പേരിന് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് അവരുടെ എക്സാമ്പിൾസ് ആണ്. അതായത് ക്ലാസിഫിക്കേഷനിൽ അവരുടെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ ഇത് പഠിപ്പിച്ചപ്പോഴേ നിങ്ങളോട് പറഞ്ഞു, എക്സാമ്പിൾസ് കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കത്തില്ല. അതുകൊണ്ട് എക്സാമ്പിൾസ് നന്നായിട്ട് വായിച്ച്, അതായത് ഒരു 4, 5 മാക്സിമം 10 വട്ടം വേണമെങ്കിലും വായിച്ച് ആ എക്സാമ്പിൾസ് ഫെമിലിയർ ആക്കി വെക്കുക. അതായത് നിങ്ങളെ മൈൻഡിനെ ആ എക്സാമ്പിൾസ് കാണുമ്പം ഇത് ആരാണ്, ബ്രയോഫൈറ്റ് ആണോ, ടെറിഡോഫൈറ്റ് ആണോ, ജിംനോസ്പേം ആണോ, ആൻജിയോസ്പേം ആണോ എന്ന് നിങ്ങളെ മൈൻഡിനെ ഫെമിലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ കാണാപ്പാടം പഠിച്ചിട്ടൊരു കാര്യമില്ല, കാരണം ഇതൊക്കെ പല പല പേരുകളാണ്. ലോകത്ത് 10,000 ബ്രയോഫൈറ്റ്സും ടെറിഡോഫൈറ്റ്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് എമൗണ്ട്, ഞാൻ സ്ലൈഡിനകത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഗൂഗിളിൽ തപ്പി എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിലിയറൈസ് ആക്കി വെക്കുക. കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം ബ്രയോഫൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഈ ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് ധാരാളം ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ക്ലാസിഫിക്കേഷൻ 3 ക്ലാസ്സസ് ആണുള്ളത്. ഹെപ്പാറ്റോകോപ്സിറ എന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ലിവർ വോർഡ്സ് രണ്ടും പഠിക്കണം. ഹെപ്പാറ്റോകോപ്സിറ എന്ന് പറയുന്ന പേര് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, അവരുടെ സയന്റിഫിക് പേരും പഠിക്കണം. കോമൺ നെയിം ആണ് ലിവർ വോർഡ്സ്, അതും പഠിക്കണം. നമ്മൾ വിചാരിക്കും ഓ ലിവർ വോർഡ്സ് ആണ് എളുപ്പം, പഠിച്ചാൽ മാത്രം മതി. പക്ഷേ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കുന്ന ഹെപ്പാറ്റോകോപ്സിറ അല്ലെങ്കിൽ ബ്രയോപ്സിറ എന്നങ്ങനെയായിരിക്കും. അപ്പൊ നിങ്ങളിത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ നമ്മളിപ്പോ മുന്നോട്ട് പോകുമ്പോൾ ഞാനത് കാണിച്ചു തരാം. ഒരു 4 ഓപ്ഷനോ 4 ഇപ്പൊ മിനിമം 4 ഓപ്ഷൻ ആണല്ലോ ഉള്ളത്. 4 ഓപ്ഷനിലും ഈ പറഞ്ഞ പോലെ ഒരു ഓപ്ഷൻ എങ്കിലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ അത് കാണുമ്പോൾ മനസ്സിലാക്കി തരാം. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ മനസ്സിലാവും. ഒരു ഓപ്ഷൻ എങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാം ഞാൻ ആൾറെഡി പറഞ്ഞു, ക്വസ്റ്റ്യനിൽ തന്നെ എന്തുണ്ട്, അതിന്റെ ആൻസർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പം പഠിക്കുമ്പോ വൃത്തിക്ക് പഠിക്കുക. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്നും പഠിക്കരുത്, അത്രേ ഉള്ളൂ. അതിന്റെ ഇടയിലൊരു അംശം, ഈ ഇടയിലൊരു ഇതുണ്ടല്ലോ, അതായത് ഇച്ചിരി പഠിച്ചു ഇച്ചിരി പഠിക്കാതെ, അത് പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒരിക്കലും ചേരുന്നതല്ല, നടക്കത്തില്ല. നിങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടത്തില്ല. ഒന്നുകിൽ പഠിക്കുമ്പോൾ നല്ല രീതിക്ക് പഠിക്കുക. ഇത് ടെൻഷൻ അടുപ്പിക്കാൻ പറയുന്ന കാര്യമല്ല, ഇത് അവസാന നിമിഷമാണ്. അപ്പം ഇനി നിങ്ങൾക്ക് അത് സമയമുണ്ട്. നിങ്ങളത് വിചാരിച്ചു കഴിഞ്ഞാൽ അവസാനത്തെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കോമൺ ക്വസ്റ്റ്യൻസും കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകളിൽ നിന്നുള്ള ഞാൻ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ടോപ്പിക്സിൽ നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരേ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 2022 ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മോളിക്കുലർ ബയോളജിയിൽ ടീലോമിയർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എൻഡ് റെപ്ലിക്കേഷൻ പ്രോബ്ലം ഈ പറഞ്ഞ പോലെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന്റെ സമയത്ത് ഉള്ളൊരു പ്രോസസ്സാണ് ടീലോമിയർ എന്ന് പറയുന്നത്. ടീലോമറേസ് എൻസൈം ഒക്കെ വരുന്നത്. ആ ക്വസ്റ്റ്യൻ 2 വർഷം റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു രൂപത്തിലാണെന്ന് മാത്രം. പക്ഷേ ഉത്തരം എന്താണ്? ഉത്തരം ഈ പറഞ്ഞ പോലെ രണ്ടിനകത്തും ഒരു വർഷം, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ ഒരാൾക്ക് ആ ഉത്തരം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഈ വർഷം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതായത് റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ വേറെ 2-3 ടോപ്പിക്സിനും ഞാൻ റെപ്പറ്റേറ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. മോളിക്കുലർ ബയോളജി തന്നെ റെപ്ലിക്കേഷനിൽ, അതെ.
റെപ്ലിക്കേഷനിൽ പോളിമറൈസ് എൻസൈമിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഞാൻ റെപ്പറ്റേറ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും കണ്ട പ്ലാൻ സയൻസിനകത്ത് കണ്ടത് ക്ലാസിഫിക്കേഷനിൽ നിന്നാണ്. അപ്പൊ ക്ലാസിഫിക്കേഷന്റെ 2 പേര് നിങ്ങൾ പഠിക്കണം. ഹെപ്പാറ്റോകോപ്സിനെയും പഠിക്കണം, അതിന്റെ കോമൺ നെയിം ലിവർ വോർഡ്സ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഹെപ്പാറ്റോകോപ്സിനെ എന്നേ പറയത്തുള്ളൂ, ചോദിക്കത്തുള്ളൂ. ചിലപ്പോൾ ഒരു ഓപ്ഷൻ ഹെപ്പാറ്റോകോപ്സിനെ എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കും ഹെപ്പാറ്റോകോപ്സിനെ അതെന്താ, പഠിച്ചില്ലെങ്കിൽ അറിയത്തില്ല. ലിവർ വോർഡ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, നിങ്ങൾക്ക് ഹെപ്പാറ്റോകോപ്സിനെ അറിയത്തില്ല. ചിലപ്പം കാണാപ്പാടം പഠിച്ചു വെച്ചാണെങ്കിൽ ഓർമ്മ പോലും കാണത്തില്ല, കാരണം അവൻ കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുന്നത്, അവനോ അവളോ. അടുത്തത് ആന്ത്രോ സെറോപ്റ്റിസിഡ, അതെന്ന് പറയുന്നത് ഹോൺ ബേർഡ്സ്. അപ്പൊ കോമൺ നെയിമും ഇതും രണ്ടും പഠിക്കണം, വിട്ടു പോവരുത്. അടുത്തത് ബ്രയോപ്സിഡ അല്ലെങ്കിൽ മോസസ്. ഓക്കെ, അതും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലിവർ വോർഡ്സിനകത്ത് വരുന്ന സെക്ഷൻസ്. ഇപ്പൊ ലിവർ വോർഡ്സിനകത്ത് നമുക്ക് എന്താണ് 4 ഓർഡേഴ്സ് ആയിട്ട്, ലിവർ വോർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനെ 4 ഓർഡർ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മാർക്കാൻറ്റിയൽസ്, സ്പീറോ കാർപ്പൽസ്, കാലോബ്രയൽസ്, ജംഗർമാനിയൽസ്. ഈ പറഞ്ഞ പോലെ ഈ നാലെണ്ണത്തിനും ധാരാളം ഓരോന്നിനും ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. ചിലപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടതിനകത്ത് ഈ ഫസ്റ്റ് മാർക്കാൻറ്റിയൽസിനകത്തുള്ള റിക്കിയെയും മാർക്കാൻറ്റിയെയും ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിക്കിയെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് റിക്കിയ എവിടെ നിന്നാണ് വരണമെന്നുള്ളത് ചിലപ്പോൾ മാർക്കാൻറ്റിയൽസ് അല്ല ചിലപ്പോൾ ചോദിക്കുന്നത്, ചിലപ്പം ഏത് ക്ലാസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിവർ വോർഡ്സ് അതായത് ഹെപ്പാറ്റോകോപ്സിനകത്ത് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് റിക്കിയ എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല, കാരണം ഈ പേരുകളൊക്കെ നിങ്ങൾ ഒരിക്കലും ഓർക്കാൻ പോകുന്നില്ല കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ. അപ്പം മനസ്സിലാക്കി പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുമ്പോഴേക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കുക. അതായത് നിങ്ങൾ ഈ ഒരു സാധനം നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ ഫെമിലിയറൈസ് ആക്കി വെക്കുക. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ PPT ഡയറക്റ്റ് ഫെമിലിയറൈസ് ആക്കി വെക്കാൻ പറ്റും. ചിലവർക്ക് PPTന്ന് നോട്ട് ഉണ്ടാക്കി അവരുടേതായ രീതിയിൽ നോട്ട് സ്വന്തം കൈപ്പടയിൽ എഴുതി ഉണ്ടാക്കിയാൽ മാത്രമേ അവർക്ക് ഓർമ്മ കിട്ടത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒരാളാണ്, എനിക്ക് എന്റെ കൈപ്പടയിൽ എഴുതി വെച്ച് ഞാൻ ഓർക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ പിക്ചേഴ്സ് വെച്ചിട്ട് ഓർക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം ചിലവർക്ക് പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇമ്പോർട്ടന്റ് എങ്കിൽ അവരെന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് റിക്കിയുടെ പിക്ചർ അടിച്ചു നോക്കുക, റിക്കിയുടെ പടം ഉണ്ടാവും, മാർക്കാൻറ്റിയൽസിന്റെ പടം, ഈ പറഞ്ഞ പോലെ മാർക്കാൻറ്റിയൽസിന്റെ പടം. അപ്പം ഈ ഹെപ്പാറ്റോകോപ്സിനെ ലിവർ വോർഡ്സ് എന്ന് പറയുന്ന ആ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ ഇവർക്കെല്ലാം ഏകദേശം സിമിലർ ആയിട്ടുള്ള, ഒരേ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർക്കെല്ലാം സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ പടം കണ്ടുവെച്ച് ഓർത്തു വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ ഒരു ബുക്കിൽ എഴുതി നിങ്ങൾക്ക് ഓർത്തു വെക്കാം, അല്ലെങ്കിൽ PPT ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നോട്ട് PDF നോട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർത്തു വെക്കാം. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കാണാപ്പാടം പഠിക്കരുത്, മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതായത് ഫെമിലറൈസ് ആക്കുക. ഞാൻ ഫെമിലറൈസ് ആക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം 4 5 മാക്സിമം ഒരു 5 മാക്സിമം 10 വട്ടവും ഒരു കാര്യം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും, നമ്മളെ നാവിനെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ഇംപ്രിന്റ് ആവുന്നുണ്ട്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണത്. അതായത് നമ്മുടെ ബ്രെയിൻ അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നത് മനസ്സിലാക്കുക, അത് ഫീഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ മറക്കത്തില്ല. കാണാപ്പാടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ചെയിൻ പോലെയാണ്. നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ട് അത് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കും. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം മറന്നു, അതിന്റെ കൂടെ തന്നെ ബാക്കി എല്ലാം ഈ പറഞ്ഞ ചീട്ട് കൊട്ടാരം പോലെയാണ്, എല്ലാം അഴിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് കാണാപ്പാടം പഠിക്കരുത്, ഒരു കാര്യമില്ല പഠിച്ചിട്ട്. അപ്പം മനസ്സിലാക്കി വീണ്ടും 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 വായിച്ചു മനസ്സിലാക്കുക, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തത് 2ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ആന്ത്രോസെറോപ്റ്റിസിഡ അല്ലെങ്കിൽ ഹോൺബേർഡ്സ്. അതിനകത്ത് 5 ഓർഡേഴ്സ് ആണുള്ളത്, പഠിക്കുക. അടുത്തത് വരുന്നത് ടെറിഡോഫൈറ്റ്സ്. അപ്പൊ ബ്രയോഫൈറ്റ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ബ്രയോപ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബ്രയോപ്സ് ആന്ത്രോപ്സിരക്കകത്ത് ഒരു ഓർഡറേ ഉള്ളൂ കേട്ടോ. ബ്രയോപ്സിരക്കകത്ത് മോസസ് അതിനകത്താണ് 5 ഓർഡർ വരുന്നത്. അപ്പൊ 3 ക്ലാസിഫിക്കേഷൻ ബ്രയോഫൈറ്റ്സിന്റെ 3 ക്ലാസ്. ബ്രയോഫൈറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ 3 പേരുണ്ട്, അത് ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ പഠിച്ചത് ടെറിഡോഫൈറ്റ്സ് ആണ്. ബ്രയോഫൈറ്റ്സ് കഴിഞ്ഞ അടുത്ത ക്ലാസ് ഓഫ് പ്ലാന്റ്സ് ആണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവരെന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പ്ലാന്റ്സ് ടു ബി ഇവോൾവ്ഡ് ഓൺ ലാൻഡ്. നമ്മൾ പറഞ്ഞു ലാൻഡിൽ ഉണ്ടായ ആദ്യത്തെ ഒറിജിനൽ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്ലാന്റിന്റെ ഒരു ഏകദേശ വകഭേദം ആദ്യമായിട്ട് ഭൂമിയിൽ ഉണ്ടായതാണ് ഈ പറഞ്ഞ പോലെ ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ദേ ആർ ക്രിപ്റ്റോഗാംസ്, സീഡ്ലെസ് ആൻഡ് വാസ്കുലാർ. ഈ ക്യാരക്ടേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞതായിരുന്നു. പിന്നെ ഇവർക്ക് എന്തുണ്ട്, നമ്മൾ ഇന്ന് കാണുന്ന ചെടികളെ പോലെ ട്രൂ റൂട്ട്സും സ്റ്റെമ്മും ലീവ്സും എല്ലാം നമുക്ക് ആരിലും കാണാം, ടെറിഡോഫൈറ്റ്സിലും കാണാം. അപ്പൊ ഇതും ഓർത്തു വെക്കാം. ഇതെന്താണ്, ഇതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടെറിഡോഫൈറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോർസ് ഡെവലപ്പിംഗ് സ്പൊറാൻജിയ. സ്പൊറാൻജിയ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ്
സ്പോറോഫിൽസ്. ഇതൊക്കെ എന്താണ്? റീപ്രൊഡക്ഷൻ ഏരിയാസ് ആണ്. റീപ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സെക്സ്, നിങ്ങൾ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റീപ്രൊഡക്ഷൻ മറ്റേ എസ്സേക്ക് പഠിക്കുന്നത് പോലെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. റീപ്രൊഡക്ഷൻ്റെ അകത്ത് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് മനസ്സിലാക്കി വെക്കുക. റീപ്രൊഡക്ഷനകത്ത് എന്താണ് നടക്കുന്നത്? മെയിൻ ആയിട്ട് വരുന്നത് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ആണ്. രണ്ട് ഫേസ്, ഗെമറ്റോഫൈറ്റിക് ഫേറ്റും സ്പോറോഫൈറ്റിക് ഫേസും, ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ്, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ഫുള്ള് പ്രോസസ്സും കാണാപ്പാടം പഠിച്ചത് എസ്സേക്ക് പോയി എഴുതുന്ന പരിപാടിയല്ല. നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ആൻസർ ഉണ്ട് ക്വസ്റ്റ്യനകത്ത് തന്നെ. നിങ്ങൾ ആ ആൻസർ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് എടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ്ട് ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ എസ്സേക്കാലും എഴുതുന്നേക്കാളും എളുപ്പമാണ്. കാരണം എസ്സേയിൽ നമ്മൾ ഇത്രയും കണ്ടന്റ് പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രം മതി, അത് അവിടെ എഴുതണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, കാണാപ്പാടം പഠിക്കാതെ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. അപ്പൊ റീപ്രൊഡക്ഷനകത്ത് വരുമ്പോൾ സെക്സ് ഓർഗൻസ് എന്ന് പറയുന്നത് ഇവരുടെ മൾട്ടി സെല്ലുലാർ ആണ്. ദേ ഷോ ട്രൂ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്. നേരത്തെ ബ്രയോഫൈറ്റ്സിനുള്ളതുപോലെ തന്നെ ടെറഡോഫൈറ്റ്സിനും ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ് കാണാൻ പറ്റും. ഇനി അടുത്തത് ടെറഡോഫൈറ്റയുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഒന്ന് ക്യാരക്ടറിസ്റ്റിക്സ്, റീപ്രൊഡക്ഷൻ, ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇതിനകത്ത് മെയിൻലി 4 ക്ലാസ്സസ് ആണുള്ളത്. സിലോപ്സിഡ, അതിനകത്ത് സിലോപ്സിഡ എന്ന് പറയുമ്പോൾ പി സൈലന്റ് ആണ് സിലോപ്സിഡയ്ക്കകത്ത്. പിന്നെ ലൈക്കോപ്സിഡ, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുക. കാരണം ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം ഉണ്ടത്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, ഇന്ന ഒരു ക്യാരക്ടർ ഉള്ള ഒരു പ്ലാന്റ് ആണ്, അതായത് ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ ഉള്ള ഒരു പ്ലാന്റ് ആണ്, ഇത് ഏത് ആളാണ്, അതായത് സിലോപ്സിഡ ആണോ ലൈക്കോപ്സിഡ ആണോ, അങ്ങനെ ചോദിക്കാം. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ടെറഡോഫൈറ്റിനകത്തുള്ളവരെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു ബ്രയോഫൈറ്റ്, ഒരു ടെറഡോഫൈറ്റ്, ഒരു ജിംനോസ്പേം, ഒരു ആൻജിയോസ്പേം, അങ്ങനെ 4 പേര് വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫെമിലറൈസ് ആക്കി കാണാപ്പാടം പഠിക്കാത്ത ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എളുപ്പത്തിൽ അത് ആൻസർ എഴുതാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം 4 ക്ലാസ്സസ് ആണുള്ളത് ടെറഡോഫൈറ്റ്സില്: സിലോപ്സിഡ, ലൈക്കോപ്സിഡ, സ്പെനോപ്സിഡ ആൻഡ് ടെറഡോപ്സിഡ. അത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനകത്ത് നോക്കേണ്ടത്, ടെറഡോഫൈറ്റ്സിനകത്ത് നോക്കേണ്ടത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ജിംനോസ്പേംസ് ആണ്. ജിംനോസ്പേംസ് അറിയാലോ, ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സുകളെയാണ് ജിംനോസ്പേംസ് എന്ന് പറയുന്നത്. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എനിക്ക് തോന്നുന്നു 2024 ഒരു ക്വസ്റ്റ്യൻ ആണ്, കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് വാസ്കുലർ, അതായത് നോൺ വാസ്കുലർ പ്ലാന്റ്സ് ഏതാണെന്നുള്ളത്. അപ്പൊ അത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരു ചുറ്റിലോ ഒന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ചില മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാതെ വിടരുത്. ഓക്കെ, അപ്പം ജിംനോസ്പേംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ആണ്. എന്തൊക്കെയാണെന്നുള്ളത്, അവര് വാസ്കുലർ, ഈ പറഞ്ഞ പോലെ വാസ്കുലർ എന്താണ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത പ്ലാന്റ്സ് ആണെന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പിന്നെന്താണ് ഇവരുടെ ക്ലാസിഫിക്കേഷൻ, ജിംനോസ്പേംസിന്റെ ക്ലാസിഫിക്കേഷൻ. ജിംനോസ്പേംസിന് 4 ടൈപ്പ് ആണുള്ളത്: സൈക്കാഡോഫൈറ്റ, ഇതിന്റെയൊക്കെ പിക്ചേഴ്സ് ഉൾപ്പെടെ നമ്മളെ മെയിൻ സ്ലൈഡിലുണ്ട്. പിന്നെ ഗിഗ്നോഫൈറ്റ, ഗ്നെറ്റോഫൈറ്റ, അതുപോലെ തന്നെ കോണിഫെറോഫൈറ്റ. ഇതാണ് ആരെക്കുറിച്ച് ജിംനോസ്പേംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ സ്ലൈഡ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എക്സാമിന്റെ അവസാനത്ത് എത്തുമ്പോഴേക്കും, എക്സാമിന്റെ അടുത്തുള്ള 2-3 ദിവസങ്ങൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മളെ ടോപ്പിക്സ് കുറച്ചും കൂടെ ഒന്ന് എന്താണ് കണ്ടൻസ് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും വേണം, എന്നാൽ അതിനകത്ത് വലിച്ചു വാരി എഴുതാനും പാടില്ല. അങ്ങനെ കണ്ടൻസ് ചെയ്ത്, അതായത് നിങ്ങൾ എക്സാമിനോട് അടുക്കും തോറും നിങ്ങളെ ടോപ്പിക്സുകൾ, നിങ്ങളെ ഈ പറഞ്ഞ പഠിച്ച കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുക. ആ സമ്മറി മാത്രമേ നിങ്ങൾ എക്സാമിന്റെ സമയത്ത്, അതായത് എക്സാമിന്റെ തലേ ദിവസവും അന്നും നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, അടുത്തത് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് അറിയാലോ, ട്രൂ വാസ്കുലർ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആൻജിയോസ്പേംസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റീപ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മറ്റു 3 വെച്ച് നോക്കുമ്പോൾ റീപ്രൊഡക്ഷൻ കുറച്ചും കൂടെ വൈഡ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് വിജിലിമ്പിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത്, കുറേ കമ്പോണൻസ് കാണാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ ആൻജിയോസ്പേംസിന്റെ റീപ്രൊഡക്ഷനിലാണ്. റീപ്രൊഡക്ഷൻ എല്ലാം പഠിപ്പിച്ച സമയത്ത് നന്നായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് റീപ്രൊഡക്ഷൻ. അപ്പൊ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയേണ്ടത്. ഇവിടെ നമുക്ക് ഫ്ലവർ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രൂട്ടും എല്ലാം നമുക്ക് ആൻജിയോസ്പേംസിൽ കാണാൻ പറ്റും. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പഠിച്ചത് ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേം. ഈ 4 ടോപ്പിക്കിലും കോമൺ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ്. പേപ്പറും പേനയും എടുത്ത് വെച്ചിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ റീപ്രൊഡക്ഷൻ,
പിന്നെ ക്ലാസിഫിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഏതിൽ നോക്കേണ്ടത്? ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസിൽ നോക്കേണ്ടത്. അടുത്തത് വാസ്കുലാർ സിസ്റ്റം ഇൻ പ്ലാന്റ്സ് ആണ്. ഓക്കെ, വാസ്കുലാർ സിസ്റ്റം ഇൻ പ്ലാന്റ്സ് ആണ് അടുത്തത്. വാസ്കുലർ സിസ്റ്റം ഇൻ പ്ലാന്റ്സിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണ് വാസ്കുലർ സിസ്റ്റം എന്നുള്ളതല്ല. നിങ്ങളടുത്ത ഡെഫിനിഷൻ ഒന്നും ഒരു എക്സാമിനും ചോദിക്കാൻ പോകുന്നില്ല. മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലോവും ഫ്ലോയവുമാണ്. സൈലോവും ഫ്ലോയവും, സൈലത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫ്ലോയത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ സൈലത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഫ്ലോയത്തിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. സൈലത്തിനകത്ത് നോക്കിക്കുക എന്തൊക്കെയാണുള്ളത്? മെയിൻലി ട്രക്കീഡ്സ് ഉണ്ട്, വെസൽ എലമെന്റ്സ് ഉണ്ട്. പിന്നെ ഫ്ലോയത്തിനകത്ത് വരുമ്പോഴേക്കും കണ്ടക്ടിങ് സെൽസ്, പാരൻകൈമൽ സെൽസ് ആൻഡ് സപ്പോർട്ടീവ് സെൽസ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വാസ്കുലർ സിസ്റ്റം ഇൻ പ്ലാന്റ്സിനകത്ത്. ഇതിനകത്ത് ഞാൻ ഈ സ്ലൈഡിനകത്ത് നമുക്ക് റൂട്ട് സിസ്റ്റം, ഷൂട്ട് സിസ്റ്റം, അതുപോലെ തന്നെ സ്റ്റെം സിസ്റ്റം എന്ന 3 സംഭവങ്ങളുണ്ട്. അതും ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുക കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പക്ഷെ അതിലുപരി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സൈലവും ഫ്ലോയാണ്. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും മെയിൻ ആയിട്ടുള്ള കമ്പണീസ് ഏതൊക്കെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് സൈലത്തിനകത്തുള്ളത് ആരൊക്കെയാണ്, അതായത് ട്രക്കീഡ്സ്, വെസൽ മെംബ്രെയിൻസ് ഒക്കെ എന്തൊക്കെ, അതൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. അതായത് അതിന്റെ ക്യാരക്ടർ തന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കും. അതായത് അതിന്റെ ഒരു ക്യാരക്ടർ തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇത് ട്രക്കീഡ് ആണോ വെസൽ എലമെന്റ് ആണോ എന്നുള്ള ഒരു വ്യത്യാസം. ഫ്ലോയത്തിനകത്തും അതുപോലെ തന്നെ. അതാണ് വാസ്കുലർ സിസ്റ്റം ഇൻ പ്ലാന്റ്സിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക് നമ്മൾ വിചാരിക്കും ഇത് സാധാരണ നമുക്കെല്ലാം എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമൊന്നും നമുക്ക് വന്നിട്ടില്ല. എന്നാൽ ഈ പറഞ്ഞ പോലെ കോമൺ സെൻസ് വെച്ചിട്ട്, അതായത് നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്കൊരു ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയുണ്ട്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഉണ്ടാവും, നെറ്റ് എക്സാമിനും അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ചില ആൾക്കാരുണ്ട് ഈ പറഞ്ഞ പോലെ കോമൺ സെൻസ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അതായത് കോമൺ സെൻസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ചുറ്റുപാടും ഒന്ന് ആലോചിച്ചിട്ട് സാധാരണ ഒരു ബുദ്ധിയിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യന് നമ്മളിപ്പോ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് ഇതിനകത്ത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വരുന്നത്. അതായത് ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷന്, ഇൻഡസ്ട്രിയൽ യൂസസ്, ഇതൊക്കെയാണ് മെയിൻലി ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 3 ടേബിൾ, ഇതാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇത് പഠിച്ചില്ലെങ്കിൽ ഇത് ജസ്റ്റ് വായിച്ചു വെക്കണം. ഇതാണ് ഇമ്പോർട്ടന്റ്, കണ്ടോ? അതായത് പ്ലാന്റ്, അതിന്റെ ബൊട്ടാനിക്കൽ നെയിം ഒന്നും പഠിക്കണ്ട, യൂസ്ഫുൾ പാർട്ടും പഠിക്കണ്ട. പക്ഷെ പ്ലാന്റ് ഇപ്പൊ വീറ്റ് ആണെങ്കിൽ അതിന്റെ യൂസസ് പഠിക്കുക. ഇതാണ് ഈ ഒരു 3 ടേബിളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഈ 3 ടേബിള് നിങ്ങൾ നന്നായിട്ട് കാണാപ്പാടം പഠിക്കണമെന്നല്ല, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇത് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തോന്നും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക് അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, കുറച്ച് സ്വബോധത്തോടെ നമ്മൾ ഇതിന് ആൻസർ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്, വലിച്ചുവാരി ഒന്നും നിങ്ങൾ നോക്കണ്ട, ഈ 3 ടേബിൾ. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോ ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് വെച്ചിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ സ്ലൈഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്ലൈഡ് കിട്ടുന്ന സമയത്ത് കിടന്ന് തപ്പും, അയ്യോ എന്തോ ഇത് ഏതൊക്കെയാ ടോപ്പിക് ഇമ്പോർട്ടന്റ് എന്നൊക്കെ നമ്മൾ തപ്പും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഫോട്ടോസിന്തസിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ. ഈ 2 എണ്ണമാണ് മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന്റെ ഡെഫിനിഷനും എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഓവറോൾ, അതായത് 6 CO2 6 H2 അതൊന്നും ആരും ചോദിക്കാൻ പോകുന്നൊന്നുമില്ല. ഫോട്ടോസിന്തസിനകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും. ലൈറ്റ് റിയാക്ഷനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? സൈക്ലിക്കും നോൺ സൈക്ലിക്കും അല്ലെ? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും. ഡാർക്ക് റിയാക്ഷനകത്ത് മെയിൻലി എന്താണ്? കാൽവിൻ സൈക്കിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്താണ് ഫോട്ടോസിന്തസിനകത്ത് മെയിൻലി നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫോട്ടോസിന്തസിസ് എവിടെ ഒക്കോർ ചെയ്യുന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ആർക്കും അറിയാന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കും അറിയാം. അതുകൊണ്ട് ഫോട്ടോസിന്തസിസ് എവിടെ നടക്കുന്നു, ഈ പറഞ്ഞ പോലെ സ്ട്രോമ ഇത് എന്താണ് നമ്മുടെ തൈലക്കോഡ് മെമ്പറിനകത്ത് നടക്കുന്നത്, അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വെറുതെ പഠന സമയം, കാരണം അതൊക്കെ കുഞ്ഞു ക്ലാസ് മുതലേ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. എന്തായാലും അതൊന്നും ചോദിക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ ഒരു പിക്ചർ ചോദിക്കാനുള്ള വളരെ ചാൻസ്. ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ. ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിനകത്ത് എത്ര മഗ്നീഷ്യം ഉണ്ട്, എത്ര നൈട്രജൻ ഉണ്ട്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം പണ്ട് നെറ്റ് എക്സാം എഴുതുന്ന സമയത്തും ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ അഭിമുഖീകരിച്ചിട്ടുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു ഏരിയ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലോറോഫില്ലാണ് ഫോട്ടോസിന്തസിനകത്ത് മേജർ ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആയിട്ട് വരും. അപ്പൊ ക്ലോറോഫിലിന്റെ സ്ട്രക്ചറിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ആണുള്ളത്, അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് എത്ര മെഗ്നീഷ്യം ഉണ്ട്, നൈട്രജൻ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഞാൻ ഈ പിക്ചറിനകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. മെയിൻലി ലൈറ്റ് ഇന്റൻസിറ്റി, പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടെമ്പറേച്ചർ, വാട്ടർ, പൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളും ഉണ്ട്. ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫോട്ടോസിന്തസിസ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ഇക്വേഷൻ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, കാരണം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യമാണ്, കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഇതൊന്നും എന്തായാലും എക്സാമിന് ചോദിക്കാൻ പോകുന്നില്ല. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് ലൈറ്റ് റിയാക്ഷൻ ഫോട്ടോസിന്തസിസും ഡാർക്ക് റിയാക്ഷനും ആണ്. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിനകത്ത് എന്താണ് മെയിൻലി നടക്കുന്നത് എന്നുള്ളത് രണ്ട് രീതിയിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട്, നോൺ സൈക്ലിക്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫോട്ടോസിസ്റ്റം 1 ഉം 2 വേവ് ലെങ്ത് എത്ര നാനോമീറ്റർ ആണെന്നുള്ളത്. ഫോട്ടോസിസ്റ്റം 1 ഇത്ര നാനോമീറ്റർ, ഫോട്ടോസിസ്റ്റം 2 680 700 രണ്ടും ഓർത്ത് വെക്കുക. അതാണ് മെയിൻ ആയിട്ട് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സൈക്കിളിലാണ്, അതായത് സൈക്ലിക്കിലാണോ നോൺ സൈക്ലിക്കിലാണോ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ എത്ര വെള്ളം, അതുപോലെ തന്നെ NADPH, എത്ര നമ്പർ ഓഫ് ATP, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അല്ലാതെ എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്നൊന്നും ആരും നിങ്ങളോട് ചോദിക്കാൻ പോകുന്നില്ല, കാരണം ഇത് എസ്എ എക്സാം അല്ല. അപ്പൊ എത്ര നമ്പർ ഓഫ് ATP ഉണ്ടായി, ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉണ്ടാവുന്നത്, ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ അഥവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, NADPH എത്ര എണ്ണം, ഇതൊക്കെയാണ് എക്സാമിന് എന്ത് ചെയ്യാൻ പോകുന്നത്, ചോദിക്കാൻ പോകുന്നത്. അത് ലൈറ്റ് റിയാക്ഷനകത്ത് സൈക്ലിക് റിയാക്ഷനകത്താണോ നോൺ സൈക്ലിക് റിയാക്ഷനകത്താണോ ഏറ്റവും കൂടുതലും എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത്, സൈക്ലിക്കിലാണോ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുന്നത്, നോൺ സൈക്ലിക്കിലാണോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്, അതായത് ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൈക്ലിക്കിലാണോ നോൺ സൈക്ലിക്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും. അത് ഇങ്ങനെയുള്ള തലതിരിഞ്ഞ ചോദ്യങ്ങളായിരിക്കും. എന്നാൽ കറക്റ്റ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലൊക്കെ ഒരാൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് റിയാക്ഷൻ അത് നമുക്കറിയാമല്ലോ, കാൽവിൻ സൈക്കിളിനകത്തുള്ള കാര്യങ്ങൾ, ബണ്ടിൽ ഷീറ്റ് സെൽസിന്റെയും മീസോഫിൽ സെൽസിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, റൂബിസ്കോ, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഓരോ സൈക്കിളിലും ഇത്ര എമൗണ്ട് ഓഫ് NADPH, എത്ര എമൗണ്ട് ഓഫ് ATP, എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാൽവിൻ സൈക്കിളിനകത്തൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ ഉണ്ട്, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇത് എത്ര നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്, ഒരു 18 ഇതാണെന്ന് തോന്നുന്നു, NADPH ആണെന്ന് തോന്നുന്നു, അല്ല 18 കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു റിയാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ എത്ര എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, എത്ര എമൗണ്ട് ഓഫ് NADPH ആണ്, അതായത് റെഡ്യൂസിങ് ഏജന്റ് ആണ്, എത്ര എമൗണ്ട് ഓഫ് ATP എനർജി മോളിക്യൂൾ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഡാർക്ക് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിനകത്ത് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അല്ലാതെ നിങ്ങളുടെ അടുത്ത് ആരും വന്ന് ചോദിക്കത്തില്ല എന്താണ് ഡാർക്ക് റിയാക്ഷൻ, എന്താണ് കാൽവിൻ സൈക്കിൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കണക്ക് വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് ഫോട്ടോ പീരിയോഡിസം. എന്താണ് ഫോട്ടോ പീരിയോഡിസം എന്നുള്ളത്? ഫോട്ടോ പീരിയോഡിസിനകത്ത് മെയിൻലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് മെയിൻലി എന്താണ്, ഇത് പ്ലാന്റ്സിൽ വരുമ്പോൾ മെയിൻലി ചോദിക്കുന്നത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൂടുതലും കാണുന്നതും അത് തന്നെയാണ്, ഷോർട്ട് ഡേ പ്ലാന്റും ലോങ് ഡേ പ്ലാന്റും. ഷോർട്ട് ഡേ പ്ലാന്റ് എന്താണ് കാലാവസ്ഥ, അതായത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻസ്. ഷോർട്ട് ഡേ പ്ലാന്റ് എന്താണ് കണ്ടീഷൻ വേണ്ടത് വളരാൻ വേണ്ടിയിട്ട്, ലോങ് ഡേ പ്ലാന്റിന്റെ കണ്ടീഷൻ എന്താണ് വളരാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്, ഫോട്ടോ പീരിയോഡിസം മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ ലോങ് ഡേ പ്ലാന്റ് എന്താണെന്ന് അറിയാലോ. ലോങ് ഡേ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലോങ് ഡേ വേണം ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഷോർട്ട് ഡേ പ്ലാന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഡേ മതി, അതായത് നമുക്ക് നൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്. ലോങ് ഡേ പ്ലാന്റിന് ഡേ ആണ് കൂടുതൽ വേണ്ടത്.
ഇത് മെയിൻലി നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫോട്ടോസിന്തസിസ് ആണെങ്കിലും ഫോട്ടോ പീരിയോഡിസ് ആണെങ്കിലും നിങ്ങൾ കോൺസെപ്റ്റ് ആണ് മനസ്സിലാക്കി വെക്കേണ്ടത്. കാരണം കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫോട്ടോ പീരിയോഡിസം ആൻഡ് അനിമൽസ്. ഫോട്ടോ പീരിയോഡിസം ആൻഡ് അനിമൽസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല, പക്ഷേ നിങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രതീക്ഷിക്കാനുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ഇതാണ്. മൈഗ്രേഷൻ ആണ് മെയിൻലി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഡയപ്പോസ് ചോദിക്കാം, ഡയപ്പോസ് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇതാണ്, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ കോട്ട് ചേഞ്ചസുകൾ, അതായത് അനിമൽസ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ബോഡിയുടെ കളർ അല്ലെങ്കിൽ കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫെദർ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഏരിയ. കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൂടുതലും പ്ലാന്റ്സിൽ നിന്നാണ് ചോദിക്കാൻ ചാൻസ്. എന്ന് വെച്ചാൽ അനിമലിന് ചോദിക്കൂലെന്നല്ല, അനിമൽ ഇതും ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പ്ലാന്റും അനിമലിന്റെയും എന്താണ് ഫോട്ടോ പീരിയോഡിസം എന്നല്ല ചോദിക്കാൻ പോകുന്നത്, അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളുടെ ആ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതായത് ലോങ് ഡേ പ്ലാൻ, ഫോർ എക്സാമ്പിൾ ഷോർട്ട് ഡേ പ്ലാന്റ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കത്തില്ല. ഷോർട്ട് ഡേ പ്ലാന്റിന് അതിനകത്ത് അത്ര സമയം വേണമെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് ലോങ് ഡേ ആണോ നൈറ്റ് ആണോ എന്നുള്ള കാര്യമാണ് അതിനകത്ത് ചോദിക്കുന്നത്. ലോങ് ഡേ വേണോ നൈറ്റ് വേണോ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ പിക്ചറിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ സ്ലൈഡിനകത്ത് ഉണ്ടായിരുന്നു, പിക്ചർ വെച്ചിട്ട് ചെടി പൂക്കാത്തത് ചെടി പൂക്കുന്ന അങ്ങനെ കാണിച്ചിട്ട് വേണമെങ്കിലും പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ ഒറിജിനൽ സ്ലൈഡ്, അതായത് നമ്മുടെ ഫോട്ടോ പീരിയോഡിസം പ്ലാന്റ്സിന്റെ ഒറിജിനൽ സ്ലൈഡിനകത്ത് ആ പിക്ചർ ഉണ്ട്. ആ പിക്ചർ അതേപോലെ ചോദിച്ച എക്സാമ്പുകൾ ഉണ്ട് കേട്ടോ, കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ പിക്ചർ നന്നായിട്ട് മനസ്സിലാക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ് ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫോട്ടോ പീരിയോഡിസം അനിമൽസും അതുപോലെ തന്നെ മൈഗ്രേഷനും ഡയപ്പോസും, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് വേർണലൈസേഷൻ ആണ്. വേർണലൈസേഷൻ എന്താണെന്ന് അറിയാലോ, അതായത് തണുപ്പ് കാലാവസ്ഥ ഈ പറഞ്ഞ പോലെ ചൂട് കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് എന്താണ് നേരത്തെ, ചൂട് കാലാവസ്ഥയല്ലോ, ഫ്ലവേഴ്സ് നേരത്തെ പൂക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേർണലൈസേഷൻ എന്ന് പറയുന്നത്. വേർണലൈസേഷനകത്ത് മെയിൻലി ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെ തന്നിട്ട് ഓരോ ഓപ്ഷൻ നിങ്ങൾക്ക് വേർണലൈസേഷൻ ഇടാം. എല്ലാം വേർണലൈസേഷൻ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഓപ്ഷൻ ആയിരിക്കാം വേർണലൈസേഷന്റെ ഒരു ചോദ്യം, അങ്ങനെ നിങ്ങളടുത്ത് ചോദിക്കാം. അപ്പം വേർണലൈസേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ആണ്. ബയോജിയോ കെമിക്കൽ സൈക്കിളിനകത്ത് മെയിൻലി നമ്മൾ പഠിച്ചത് 4 സൈക്കിൾസ് ആണ്. കാർബൺ സൈക്കിൾ, നൈട്രജൻ സൈക്കിൾ, ഫോസ്ഫറസ്, സൾഫർ. ഈ 4ന്റെയും സ്റ്റെപ്പുകൾ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈക്കിൾസിന്റെയും സ്റ്റെപ്പുകൾ അവർ തന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചായിരിക്കും കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ, അതായത് ഇപ്പൊ നൈട്രജൻ സൈക്കിൾ ഫോർ എക്സാമ്പിൾ, നൈട്രജൻ സൈക്കിളിന് സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. ഫസ്റ്റ് ഇന്ന സംഭവിക്കും, അടുത്തതിൽ അത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ എന്ത് ചെയ്യുന്നു, അത് പ്ലാന്റ്സ് എടുത്തിട്ട് എന്തായിട്ട് മാറ്റുന്നു, നൈട്രൈറ്റ്, അമോണിയ അങ്ങനെ ആക്കി മാറ്റുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ. ആ സ്റ്റെപ്പ് അവര് മിസ്പ്ലേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് തരും. എന്നിട്ട് നിങ്ങളടുത്ത് കറക്റ്റ് ഓർഡറിൽ അസെൻഡിങ്ങിലോ ഡിസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആ പ്രോസസ്സ് നൈട്രജൻ സൈക്കിൾ നടക്കുന്ന ഓർഡറിൽ എഴുതാൻ നിങ്ങളടുത്ത് പറയും. അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഇപ്പൊ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ മനസ്സിലാക്കി പറഞ്ഞു തരാം. അപ്പൊ അങ്ങനെ നിങ്ങളടുത്ത് എന്ത് ചോദിക്കാം, ബയോജിയോ കെമിക്കൽ സൈക്കിളിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതാണ് ഞാൻ കണ്ടത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് ആണ്. അതായത് നൈട്രജൻ സൈക്കിളൊക്കെയാണ് മെയിൻലി, കാർബൺ സൈക്കിൾ ഒന്നും വരുന്നില്ല. നൈട്രജൻ സൈക്കിളിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മറ്റേ ഇതുണ്ടല്ലോ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഴ്സും ഫ്രീ ലിവിംഗ് നൈട്രജൻ ഫിക്സേഴ്സും, ഇവർ രണ്ടുപേരും ഉണ്ടല്ലോ, ഇവരുടെയൊക്കെ എക്സാമ്പിൾസ് ചോദിക്കാം. അതായത് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതാണ്, സിംബയോട്ടിക് ആണോ ഫ്രീ ലിവിംഗ് ആണോ എന്ന് ചോദിക്കാം. അങ്ങനെയാണ് മെയിൻലി ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. പിന്നെ വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, സെഡിമെന്ററി സൈക്കിൾ ഏതാണ്, ഏതൊക്കെയാണ് ഇത്. അതായത് ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ തരാം, സൾഫർ സൈക്കിൾ അല്ലെങ്കിൽ സെഡിമെന്ററി സൈക്കിൾ, ഇത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഇതില് ഏതാണ് സെഡിമെന്ററി സൈക്കിൾ. അതായത് 4-5 സൈക്കിൾ തന്നിട്ട് പറയും, ഇതിൽ ഏതാണ് സെഡിമെന്ററി സൈക്കിൾ അല്ലെങ്കിൽ ഏതാണ് ഗ്യാഷ്യസ് സൈക്കിൾ എന്ന് ചോദിക്കുക. ഇതൊക്കെ സിമ്പിൾ, ചിലപ്പോൾ അതൊക്കെ ഭയങ്കര ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം. നന്നായിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് എന്തായാലും അതൊക്കെ നന്നായിട്ട് പഠിക്കാനൊന്നും വേണ്ട, കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ഒരാൾക്ക് എന്ത് എഴുതാം. കാരണം സെഡിമെന്ററി എന്ന് വെച്ചാൽ സോളിഡ് ആയിരിക്കും, മറ്റത് ഗ്യാസ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയും ചോദിക്കാം സിമ്പിൾ ആയിട്ടും. കാരണം ബയോജിയോ കെമിക്കൽ സൈക്കിൾ പൊതുവെ
ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള, കാരണം നമ്മൾ എക്കോളജിയിലും പ്ലാന്റിലും എല്ലാത്തിലും നമ്മൾ പഠിക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ്. കാരണം ഈ സൈക്കിൾസ് തന്നെ നിങ്ങൾ വേറൊരു സബ്ജക്റ്റിലും ഈ CUET-ക്കകത്ത് തന്നെ വേറൊരു നാളത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട്, വേറൊരു മിസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടിടത്തും റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻസും അത്ര പാടുള്ളതായിരിക്കില്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. അപ്പൊ കാർബൺ സൈക്കിളിന്റെ സ്റ്റെപ്പുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട സ്റ്റെപ്പുകളാണ് ഇവിടെ. കാർബൺ സൈക്കിളിന്റെ പിക്ചർ നന്നായിട്ട് നോക്കിക്കൊള്ളണം. കാരണം ചിലപ്പം പിക്ചറിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിക്ചറിനകത്ത് നന്നായിട്ട് പഠിച്ചോളണം. പിന്നെ നൈട്രൻ സൈക്കിൾ എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കുക. നൈട്രൻ സൈക്കിളിന്റെ സ്റ്റെപ്പുകൾ. ഫോസ്ഫറസ് സൈക്കിൾ അതേപോലെ തന്നെ ഫോസ്ഫറസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. സൾഫർ സൈക്കിൾ, അങ്ങനെ 4 സൈക്കിൾസ് ആണ് മെയിൻലി ഉള്ളത്. അപ്പൊ ഇത്രയാണ് ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. പിന്നെ വരുന്നത് ഫോട്ടോസിന്തസിസ്, ഫോട്ടോപീരിയോഡിസം, വേർണലൈസേഷൻ, എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്, വാസ്കുലർ സിസ്റ്റം ആൻഡ് ബയോകെമിക്കൽ സൈക്കിൾസ്. ഇത്രയാണ് മെയിൻലി പ്ലാന്റ് സയൻസിനകത്തുള്ളത്. ഇത് സംബന്ധിച്ചുള്ള 2022, 23, 24 ഈ കഴിഞ്ഞ മുന്നത്തെ 3 വർഷങ്ങളിലായിട്ട് വന്ന പ്ലാൻ സയൻസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. എനിക്കൊന്ന് 21 ചോദ്യങ്ങളുണ്ട് 3 വർഷങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ആ ചോദ്യങ്ങളാണ് ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് ഇത് ഇയർ ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യനും. എന്നിട്ട് ഇതിന്റെ ആൻസർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ കൊടുക്കുന്നുണ്ട്. പ്ലസ് ഇതിന്റെ ഓരോ ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതായത് റൗഫോളിയ, സെർപെന്റീന, പിങ്കാറോസ, ഇതിന്റെ ഓരോ എക്സാമ്പിൾസും ഞാൻ വിശദമായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കണമെന്നില്ല ഈ വർഷം. ചിലപ്പോൾ 2025, അതായത് ഈ വർഷം ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്, ഇതിലേതെങ്കിലും ഒരു പേര് തന്നിട്ട് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ 4 ഓപ്ഷൻസും പഠിക്കുമ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വിത്ത് ഇതാണ് തന്നിരിക്കുന്നത്. അതായത് 4 ഓപ്ഷനും ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഈ 4 ഓപ്ഷനും പഠിക്കുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇനി പഠിക്കുന്നത്, ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ നെറ്റിന് പഠിക്കുന്ന സമയത്ത് ഞാൻ 10 ഇയേഴ്സും, അതായത് ഞാൻ 2018 എഴുതുന്ന സമയത്ത് 10 ഇയേഴ്സ് മുന്നത്തെ 10 ഇയേഴ്സ് അല്ല 2013 മുതൽ, കാരണം 2012 വരെ ഉള്ളത് പഴയ സിലബസ് ആയിരുന്നു. അത് ക്വസ്റ്റ്യൻ പേപ്പറിന് ചേഞ്ച് വന്നായിരുന്നു. അന്ന് 2013 മുതലുള്ള ക്വസ്റ്റ്യൻസ് 13 മുതൽ 17 വരെ, 17 ഡിസംബർ വരെ, കാരണം വർഷത്തിൽ 2 പ്രാവശ്യമാണ് നെറ്റ് എക്സാം വരുന്നത്, നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. 2013 മുതൽ, കാരണം 12 വരെയുള്ളത് സിലബസ്, അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയായിരുന്നു, 13 തൊട്ട് മാറിയായിരുന്നു. അപ്പൊ ആ പാറ്റേൺ ആണ് 18 ഞാൻ എഴുതുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ 2013, 14, 15, 16, 17 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു വർഷം 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനെ 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ, നമുക്കുള്ളത് 130 അല്ല 200 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എടുത്തത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നമ്മൾ പഠിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ 4 ഓപ്ഷൻസ് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ടിരുന്ന് പഠിച്ചു. അപ്പൊ എനിക്ക് വന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് ഞാൻ സാധാരണ നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതെ വെറുതെ ഞാൻ സിലബസ് പഠിച്ചു വെച്ചിട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചപ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, റെപ്പറ്റേറ്റീവ് ക്വസ്റ്റ്യൻസ് എനിക്ക് ഈസിലി എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, എനിക്ക് എഴുതാൻ പറ്റും. നമ്മൾ വിചാരിക്കും ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മറന്നു പോകത്തില്ല. ഇല്ല, നമുക്ക് ഭയങ്കര ഓർമ്മശക്തി കൂടത്തേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ, അതായത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 4 ഓപ്ഷനും വീണ്ടും ഇരുന്ന് പഠിച്ചു. അതായത് ഓരോ ക്വസ്റ്റ്യനിലെ 4 ഓപ്ഷൻസ് ഞാൻ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ എഴുതുന്ന വർഷം 2018 എഴുതിയപ്പോൾ ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒക്കെ ഒരു ഓപ്ഷൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യന്റെ പാർട്ടായിട്ട് വരും. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ഓപ്ഷനെയും വെറുതെ പുച്ഛമായിട്ട് കാണരുത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ആൾറെഡി ചോദിച്ച ക്വസ്റ്റ്യൻ അല്ലേ, നമ്മൾ ഇതെന്തിനാ വീണ്ടും പഠിക്കുന്ന ഒരു ചോദ്യം വരും. ഞാനും അങ്ങനെ വിചാരിച്ച ഒരാളാണ്. പക്ഷെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എക്സാം വന്ന കോൺഫിഡന്റ് എഴുതാൻ പറ്റിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു സംഭവത്തിന് ശേഷം, അത് ഞാൻ ഈ അനുഭവം എനിക്ക് ഉണ്ടായതിനു ശേഷം ഞാൻ എല്ലാവരോടും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക്
കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും 150% ഉറപ്പാണ്. കാരണം എന്റെ കൂടെ ഉള്ളവരെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ചെയ്ത്, അത് നന്നായിട്ട് അരിച്ചു പറക്കി പഠിച്ചവരാണ് എല്ലാം ക്ലിയർ ചെയ്തത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരടുത്ത് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ഉപേക്ഷിച്ച് വിചാരിക്കരുത്. അതായത് അത് മൈൻഡ് ചെയ്യാതെ പോവരുത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. 2022 വന്ന ഒരു ക്വസ്റ്റ്യൻ ആണേ. 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ മാത്രം നോക്കിയാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 3 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ വർഷം മുന്നോട്ട് പോവരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഇപ്പൊ സിലബസ് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ ഈ CUT നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളുടെ മുന്നത്തെ ബാച്ചിന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മോളിക്കുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ് എന്നായിരുന്നു സിലബസ്, എന്റെ ടോപ്പിക്. അതായത് സിലബസ് മോളിക്കുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ് ആയിരുന്നു. ഈ വർഷം വന്നപ്പോഴേക്കും അത് മോളിക്കുലർ ബയോളജി മാത്രമായിട്ട് ജെനറ്റിക്സ്, ഞാൻ ജെനറ്റിക്സ് പഠിപ്പിച്ച അത് നിങ്ങൾ പഠിച്ചു കാണുമായിരിക്കും. ക്ലിൻഫിൽട്ടർ, ടർണർ സിൻഡ്രോം, ചാൾസ് ഡാർവിന്റെ ഒക്കെ മറ്റു കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളെല്ലാം മുന്നേ കഴിഞ്ഞ വർഷം അതായത് 2020 നിങ്ങളുടെ സീനിയേഴ്സ് തൊട്ട് മുന്നത്തെ ബാച്ചിന് ഈ പറഞ്ഞ പോലെ എന്താണ് ഒറ്റ സിലബസ് ആയിരുന്നു. അതായത് മോളിക്കുലർ ബയോളജി ആൻഡ് ജെനറ്റിക്സ് എന്നായിരുന്നു, അല്ല മോളിക്കുലർ ജെനറ്റിക്സ് എന്നായിരുന്നു ആ സബ്ജക്ട് ടോപ്പിക്കിന്റെ പേര് സിലബസിനകത്ത്. ഈ വർഷം വന്നപ്പോഴേക്കും അത് മോളിക്കുലർ ബയോളജി ആയിട്ട് മാറി, ജെനറ്റിക്സ് മറ്റൊരു ടോപ്പിക് ആയിട്ട് മാറി. കഴിഞ്ഞ വർഷം അത് മോളിക്കുലർ ജെനറ്റിക്സ് ഒറ്റ പേപ്പർ ആയിരുന്നു. അപ്പം ഓരോ വർഷം കഴിയും തോറും എന്താണ് സിലബസിൽ വ്യത്യാസം വരുന്നുണ്ട്. സിലബസിൽ വ്യത്യാസം വരുമ്പോഴേക്കും ക്വസ്റ്റ്യനിലും വ്യത്യാസം വരും. അപ്പൊ പാറ്റേൺ ചോദിക്കുന്നതിലും വ്യത്യാസം വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മാക്സിമം 5 വർഷത്തിനപ്പുറത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. 5 വർഷത്തിന് ഇപ്പുറത്തോട്ടുള്ളത്. ഇപ്പം ഈ പറഞ്ഞ പോലെ 3 വർഷത്തെ നോക്കിയാൽ മതി നിങ്ങൾ. പ്ലസ് കാരണം 3 വർഷത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 300 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 3 വർഷം കൊണ്ട്, അത് ഒരു വർഷം 100 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 3 വർഷം ആകുമ്പോൾ 300 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ശരിക്കും അത്രേണ്ട ആവശ്യമേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് വന്നിട്ട് ഇതൊരു 3 മന്ത്സ് പോലും ഇല്ല കഷ്ടിച്ച. 3 മന്ത്സ് ഉള്ള ഒരു ഇതാണ് കോഴ്സ് ആണല്ലോ. അതായത് 3 മന്ത്സ് ഉള്ള ഒരു കോച്ചിങ് ആണ്. അപ്പൊ 3 മന്ത്സിന് സത്യം പറഞ്ഞാൽ അത്രയും ക്വസ്റ്റ്യൻസിന്റെ ആവശ്യം മതി നിങ്ങൾക്ക്. 3 വർഷത്തിന്റെ ആവശ്യമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് 2021 2020 നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. പക്ഷെ പ്രിഫറബിളി 2022 തൊട്ട് ആവശ്യമേ ഉള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അറിയാലോ ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞ പോലെ സിലബസിന് എല്ലാ വർഷവും മാറി. കാരണം കഴിഞ്ഞ വർഷത്തെ സിലബസ് അല്ല ഇപ്പോഴത്തെ സിലബസ്. ഞാൻ പഠിപ്പിച്ച ടോപ്പിക്കിൽ എനിക്ക് കുറച്ച് ടോപ്പിക്സ് കുറഞ്ഞു പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതിനേക്കാളും കൂടുതൽ ടോപ്പിക്സ് എടുത്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു മാറ്റം വരുന്നതുകൊണ്ട് റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം ഇത് 2022 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1, അതായത് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലാൻസും ഇത് കറക്റ്റ് ഓർഡറിലല്ല കേട്ടോ, നമ്മളിത് കറക്റ്റ് ഓർഡറിലാക്കണം. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന എക്കണോമിക് ഇമ്പോർട്ടൻസും ആണ്. ഓക്കെ, അപ്പം റൗഫോൾവിയ സെർപെന്റീന, വിങ്ക റോസിയ, ഷൈസിസിയം അറോമാറ്റിക്കം ആൻഡ് അസഡിറാക്ചിയ ഇൻഡിക്ക. ഇങ്ങനെ 4 പ്ലാന്റ്സിന്റെ പേരാണ്, സയന്റിഫിക് നെയിംസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ്, അതായത് നമ്മളെ പ്ലാന്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഫസ്റ്റ് ആയിട്ട് നമ്മൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ടോപ്പിക് പ്രത്യേകിച്ച് ചുമ്മാ വലിയ ശ്രദ്ധയില്ലാതെ വായിച്ചു പോയ ഒരാൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല. കാരണം ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ബോട്ടണി പഠിച്ച കുട്ടികൾക്ക് വേണമെങ്കിൽ ഇത് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചോദിച്ചിരിക്കുന്ന പ്ലാന്റിന്റെ സയന്റിഫിക് നെയിംസ് ആണ്. എന്തായാലും ബോട്ടണിക്കാർ ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. ബോട്ടണിക്കാർക്ക് ഈസിലി ക്രാക്ക് ചെയ്യാം. കാരണം ഇതിന്റെ സയന്റിഫിക് നെയിം മാറി ഇതിന്റെ കോമൺ നെയിം വരുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതില് ഓപ്ഷൻസ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം. അപ്പം ഇത് സാധാരണ ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് ബോട്ടണി പേരുകളൊന്നും അറിയാത്തത് കൊണ്ട് എനിക്ക് പേഴ്സണലി ഇത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തത് നമ്മൾ വെറുതെ എടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതരുത്. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നെഗറ്റീവ് അടിക്കും. ഇപ്പൊ നെഗറ്റീവ് മാർക്കാണെങ്കിൽ നമ്മൾ സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്ന മാർക്ക് കുറയും നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വിട്ട് കളയും. പക്ഷേ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കോമൺ സെൻസോടെ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഫോൾവിയ സെർപെന്റീന. സെർപെന്റീന എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താണ് സെർപ്പന്റീന എന്ന് വെച്ചാൽ, സെർപ്പന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പല്ലേ, പാമ്പിന്റെ ഒരു പറയുന്ന കാര്യമല്ല. അപ്പൊ സെർപ്പന്റ്, അപ്പം ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ പാമ്പിന്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സെർപ്പന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. പറയണമെന്ന് എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളോട്. അതായത് നമ്മൾ ഈ പാമ്പ് കഴിച്ചതിന് വിഷം എടുക്കുമെന്നൊക്കെ പറയത്തില്ലേ, വിഷവൈദ്യൻ എന്നൊക്കെ പറയത്തില്ല, അതുമായിട്ട് എനിക്ക് ഒരു കണക്ഷൻ പോലെ തോന്നി. അപ്പൊ ഞാൻ 4 ഓപ്ഷൻസ് നോക്കി. അപ്പൊ പൊതുവെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, പൊതുവെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ഇതാണ് കേട്ടോ, ചിലപ്പോൾ മണ്ടത്തരമായിരിക്കും നിങ്ങൾ കേൾക്കുമ്പോൾ, പക്ഷെ സത്യത്തിൽ അതായിരുന്നു ഓപ്ഷൻസിൽ, അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അതായത് ഈ സർപ്പന്റിനെ ഉദ്ദേശിക്കുന്ന പാമ്പുമായിട്ട് കണക്ഷൻ. അപ്പം ഞാൻ മനസ്സിലാക്കി, അപ്പൊ എനിക്ക് പെട്ടെന്ന് കണക്ഷൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വേണം ഞാൻ ഉദ്ദേശിച്ചത്, കോമൺ സെൻസ് വെച്ചിട്ട് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയതാ. ഇപ്പം പാമ്പ് കടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ബ്ലഡിന്റെ പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. അതായത് ബ്ലഡ് ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ എന്താണ് ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കൂടും. അപ്പം ഇതിന്റെ അപ്പം ഈ ഒരു പ്ലാന്റിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുക എന്നുള്ളതായിരിക്കാം എന്ന് ഞാൻ ഇങ്ങനെ ചുമ്മാ തിരിച്ചത്. പാമ്പ് നമ്മളെ കടിക്കുമ്പം ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് റേസ് ചെയ്യും. അപ്പൊ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള ഒരു പ്ലാന്റ് ആയിരിക്കാം. കാരണം പ്ലാന്റിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു സാധനത്തെ കുറയ്ക്കുക എന്നുള്ളതായിരിക്കില്ലേ. അപ്പം സെർപ്പന്റീന, റൗഫോളി സെർപ്പന്റീന ഉദ്ദേശിക്കുന്ന ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ. അപ്പൊ അതിന്റെ ഓപ്ഷൻ ഏതാണ്? എ എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കേ, എ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് 3 ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ഇത് എനിക്ക് ഉറപ്പാണെങ്കിൽ, കറക്റ്റ് ആണെങ്കിൽ, അതായത് ഈ ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്, അതായത് ഈ എന്റെ ഒരു ചിന്ത കറക്റ്റ് ആണെന്ന് വിചാരിച്ചോ, അതായത് ഞാനിപ്പോ ചിന്തിച്ചത് വളരെ ശരിയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഞാൻ അങ്ങ് കയ്യും കുത്തി, അതായത് A3 ഇപ്പൊ B4 ആയിരിക്കും. A3 കറക്റ്റ് ആണെന്ന് വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ തന്നെ ആയിരിക്കും കറക്റ്റ്. അപ്പൊ B4 എന്ന് വെച്ചാൽ വിൻകാ റോസി. എനിക്ക് വിൻകാ റോസി എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം B4 വിൻകോ റോസി ക്യാൻസർ ആയിക്കോട്ടെ. C2 ഷൈസിസിയം അറോമാറ്റിക്കം, ടൂത്ത് പേസ്റ്റിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. D1 അസഡിറാച്ച ഇൻഡിക്ക. ഈ ബാക്കിയുള്ള 3 എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ ഒരു സർപ്പന്റീനെ കണ്ടിട്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്ഷനിൽ എത്തപ്പെടുന്നത്. അതായത് A3 B4 C2 D1 എന്റെ ഓപ്ഷൻ ഞാൻ എത്തി. എന്റെ B ആണ് എനിക്ക് കിട്ടിയ ഉത്തരം. അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ B ആണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, B കുത്തും. ഓക്കെ, ഇങ്ങനെയാണ് കോമൺ സെൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നത്. പൊതുവെ ഈ ഒരു എക്സാം ഞാൻ മുന്നേ, പക്ഷെ ഇത് എപ്പോഴും ശരിയാവണമെന്നില്ല. കാരണം ചില സമയത്ത് വേണമെങ്കിൽ A3 ഉള്ള ഓപ്ഷൻ, അതായത് A3 ഉള്ള ഓപ്ഷൻ 1 2 ചിലപ്പോൾ 3 എണ്ണം വരാം, ചിലപ്പോൾ 2 എണ്ണം വരാം, ചിലപ്പോൾ ഈ 4 എണ്ണത്തിലും A3 ആയിരിക്കും വരുന്നത്. എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ബിയിലോട്ട് പോവേണ്ടി വരും, അടുത്ത ഓപ്ഷനിലേക്ക്. അപ്പൊ 2 എണ്ണം അറിയേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ആൻസർ കറക്റ്റ് ആയിട്ട്, ഒരു ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബാക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താം. നിങ്ങൾ ഒന്ന് പഠിക്കണം, നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ഏരിയ ആയിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആൻസറിൽ എത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും ഒന്ന് പറയാവോ, ഏതായിരിക്കും, ഏത് ഓപ്ഷൻ ആയിരിക്കും എന്നുള്ളത്? ബോട്ടണി പഠിച്ച ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവുമല്ലോ, അവർക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് വന്നേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത്, ഇപ്പം അറിഞ്ഞൂടാത്തൊരു ഏരിയ ആണെന്ന് വിചാരിച്ചോ, ജസ്റ്റ് കോമൺ സെൻസ് എങ്കിലും ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ ഞാൻ ഉപയോഗിച്ചതുപോലെ എന്തെങ്കിലും രീതിയിൽ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് പേരുമായിട്ട് നിങ്ങളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്. ബോട്ടണി പഠിക്കാത്ത ആൾക്കാർക്കാണെങ്കിൽ, ആൾക്കാരുടെ അടുത്താണ് ഞാൻ പറയുന്നത്. പഠിച്ച ആൾക്കാർക്ക് ചിലപ്പോൾ ഈ പേരുകളൊക്കെ കോമൺ നെയിം അറിയായിരിക്കും. കോമൺ നെയിം അറിയാന്നുള്ളവർക്ക് ഒബ്വിയസ്ലി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഇത് ആർക്കും അറിയില്ലേ? ബോട്ടണി പഠിച്ച അതിനകത്ത് ആരും ഇല്ലേ പിള്ളേരെ? ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഹിരണ്യ B ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ ഉത്തരം തന്നെയാണ്. അത് ഞാൻ എന്റെ കോമൺ സെൻസ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്റെ ചുമ്മാ ഒരു കറക്കി കുത്തിയൊരു ഉത്തരം B. നമുക്ക് നോക്കാം ആൻസർ ഏതാണെന്നുള്ളത്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിൽ ഓരോന്നിന്റെയും റൗഫോളി, അതിന്റെ അതുപോലെ തന്നെ വിൻകാ റോസിയ, സിഷീസിയം അറോമാറ്റിക്കം,
അസഡറാച്ച ഇൻഡിക്ക, ഇതിന് 4 യൂസസ് ഞാൻ അല്ലെങ്കിൽ ഇവരെന്താ കാണുന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. റൗഫോളിയ സെർപ്പന്റീന, ഓൾസോ നോൺ ആസ് ഇന്ത്യൻ സ്നേക്ക് റൂട്ട് അല്ലെങ്കിൽ സെർപ്പന്റ് വുഡ്, അതായത് ഇതിന്റെ കോമൺ നെയിം ആണ് ഇന്ത്യൻ സ്നേക്ക് റൂട്ട് എന്നാണ് പറയുന്നത്. ഹാസ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് പ്രൈമർലി ഡ്യൂ ടു ഇറ്റ്സ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. മെഡിസിനൽ പ്രോപ്പർട്ടീസിലാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ യൂസ് വന്നിരിക്കുന്നത്. പെർട്ടിക്കുലർലി ഹൈപ്പർ ടെൻഷൻ ആണ് BP എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൈപ്പർ ടെൻഷനും അതിന്റെ സംബന്ധിച്ചുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത്. വിത്ത് ദ റൂട്ട് ബീൻ ദ സോഴ്സ് ഓഫ് വാല്യുബിൾ ആൽക്കലോയിഡ്സ് ലൈക്ക് റിസർപ്പൈൻ. അടുത്തത് വിൻക റോസിയ അല്ലെങ്കിൽ വേറൊരു പേരുമുണ്ട് കാത്തറാൻറ്റസ് റോസിയസ് ഓർ മഡഗാസ്കർ പെരിവിങ്കിൾ എന്നാണ് അതിന്റെ കോമൺ പേര്. ഹാസ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഡ്യൂ ടു ഇറ്റ്സ് റോൾ ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. ആന്റി ക്യാൻസർ ഡ്രഗ് ആയിട്ടാണ് ആര് ഉപയോഗിക്കുന്നത്? വിൻക റോസിയ. അപ്പം ബി എന്ന് പറയുന്നത് 4 ആണ്. സെക്കൻഡ് ഓപ്ഷൻ കണ്ടോ, B 4 ആണ്. അടുത്തത് ഷൈസഗിയം അറോമാറ്റിക്കം, ഇതിന്റെ വേറൊരു പേരാണ് ക്ലോവ്. നമ്മുടെ ഗ്രാമ്പൂവിന്റെ കെമിക്കൽ നെയിം ആണ്, സയന്റിഫിക് നെയിം ആണ് ഷൈസിസിയം അറോമാറ്റിക്കം എന്ന് പറയുന്നത്. അപ്പം ഇത് ബോട്ടണി പഠിച്ച ഒരാൾക്ക് ഇത് ക്ലോവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ ടൂത്ത് പേസ്റ്റിൽ, അതായത് നമ്മൾ പല്ല് തേക്കുന്നതിൽ ഏറ്റവും കൂടുതലുള്ളത് പുതിനയും ക്ലോവും ആണ്. നമ്മൾ പരസ്യങ്ങളൊക്കെ കാണുന്നതല്ലേ, ഗ്രാമ്പൂവും പുതിനയൊക്കെ. ഈ 2 സാധനം, അതായത് ഇത് ക്ലോവ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്തായാലും ക്ലോവ് ഇൻസെക്ട് റിപ്പലന്റ് അല്ല, ബ്ലഡ് പ്രഷറിനും ക്യാൻസറിനും അല്ല. അപ്പം വരുന്നത് എന്താണ്? ടൂത്ത് പേസ്റ്റ് ആയിരിക്കും. കാരണം ഈ പറഞ്ഞ പോലെ ക്ലോവ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രാമ്പൂ കൂടെ പല്ലിൽ വെക്കും. അപ്പൊ അത് വെച്ചിട്ട് കണക്ട് ചെയ്ത് പല്ലുവേദന വരുന്നപ്പോ പല്ല് തേക്കുന്നതിൽ ഇത് വരാമല്ലോ, അപ്പൊ പല്ലിന് ബലം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പൊ അങ്ങനെ ടൂത്ത് പേസ്റ്റുമായിട്ട് കണക്ട് ചെയ്യാം. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ അസഡറാച്ചിയ ഇൻഡിക്ക, ഇതിന്റെ പേർന്ന് നീമാണ്, നമ്മുടെ പുതിനയില. ഹോൾ സിഗ്നിഫിക്കന്റ് ഇമ്പോർട്ടൻസ്, ഇതൊരു നാച്ചുറൽ പെസ്റ്റിസൈഡ്സ് ആയിട്ടാണ്, പുതിനയിലല്ല കേട്ടോ, ഇത് എന്താണ്, വേപ്പിലയാണ് നാച്ചുറൽ പെസ്റ്റിസൈഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഇൻസെക്ട് റിപ്പല്ലന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പുതിനയില. നമ്മള് ഇതിലൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അരിയൊക്കെ ഇല്ലേ, കുറെ നാളത്തേക്ക് നമ്മൾ അരിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നമ്മൾ അരിക്കകത്തതിന്റെ ഈ വേപ്പിന്റെ ഇല ഇട്ട് വെക്കാറുണ്ട്. അതായത് അരി പെട്ടെന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഇൻസെക്ട് റിപ്പൽ ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ക്വസ്റ്റിനിൽ നിന്ന് എനിക്ക് പറയാൻ നിങ്ങളുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഒറ്റ ഓപ്ഷൻ നമുക്കൊരു കോമൺ സെൻസിൽ, നമുക്കൊന്നും അറിഞ്ഞില്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോ, ജസ്റ്റ് ചുമ്മാ ഒരു കോമൺ സെൻസിൽ നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ഉത്തരങ്ങളും ഉണ്ട്. ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും പഠിച്ചില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റണ ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഭാഗ്യത്തിന് കോമൺ സെൻസ് വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യത്തിന് ഇപ്പം A എന്ന് പറയുന്നത് 3 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉണ്ടാവത്തുള്ളൂ. ചിലപ്പം ഭാഗ്യക്കേടാണെങ്കിൽ ചിലപ്പം 1-ൽ കൂടുതൽ ഉണ്ടാവും. അപ്പം ഈ പറഞ്ഞ പോലെ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചിലൊരു ട്രിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു ക്വസ്റ്റ്യൻ, ചിലപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ 4 ഓപ്ഷൻസിന്റെയും ഇത് കൊടുത്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ പോലെ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള ഏരിയയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ, അതായത് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആൻഡ് പ്ലാന്റ്സ്, അതിന്റെ ഗ്രൂപ്പ് ഏതിനകത്താണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ബാക്ടീരിയ ആൻഡ് ബ്ലൂ ഗ്രീൻ ആൽഗെ, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറഡോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ്, ട്രക്കിയോഫൈറ്റ, സ്പെർമാറ്റോഫൈറ്റ, മൊണേറ, എംബ്രിയോഫൈറ്റ. ഇതും കണ്ടുപിടിക്കാൻ ഒരു വലിയ വഴിയുണ്ട്, ഞാൻ കണ്ടുപിടിച്ചു തരട്ടെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ആണ് വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് ജസ്റ്റ് ക്രാക്ക് ചെയ്യാനുള്ള ജസ്റ്റ് ഒരു ക്ലൂ ഞാൻ പറഞ്ഞുതരാം. ഇത് ആർക്കും ഇപ്പം ട്രക്കിയോഫൈറ്റ, സ്പെർമാറ്റോഫൈറ്റ, എംബ്രിയോഫൈറ്റ എന്ന് പെട്ടെന്ന് ഓർക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, മൊണേറ എന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ മൊണേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ് ആൻഡ് അനിമേലിയ, അതിൽ 5 പേരിൽ ഒരാളാണ്. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് മൊണേറയ്ക്കകത്താണ് വരുന്നത്. ഇപ്പൊ മൊണേറൽസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ബാക്ടീരിയൻ ബ്ലൂ ഗ്രീൻ ആൽഗെ. അപ്പൊ ബാക്ടീരിയൻ ബ്ലൂ ഗ്രീൻ ആൽഗെ ഇതിനകത്താണ് വരുന്നത്, മൊണേറൻസിനകത്താണ് വരുന്നത്. അപ്പം A3 തന്നെ ഇതിനകത്ത് എന്താണ്, ലാസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് D, അത് തന്നെ ആയിരിക്കും. കാരണം മൊണേറൻസ് എന്തായാലും ബാക്ടീരിയൻ ബ്ലൂ ഗ്രീൻ ആൽഗെ ആണ്. ഓക്കെ, യെസ്, ആദില ശരൺ ഉത്തരം പറഞ്ഞിട്ട് D, ക്വസ്റ്റ്യൻ മാർക്കാണ്, D തന്നെയാണ് ആൻസർ. അപ്പം ഇതിനകത്ത് മൊണേറ തന്നെയാണ് എന്ത്, മൊണേറയ്ക്കകത്ത് വരുന്നത് ബാക്ടീരിയ ബ്ലൂ ഗ്രീൻ ആൽഗെ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ സെല്ലായിട്ട് ഓർഗാനിസംസ് മൊണേറൻസ് ആണ്. അപ്പം ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പം A3 എന്ന് പറയുന്ന വേറൊരു ഓപ്ഷനും ഇല്ല.
അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറഡോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറഡോഫൈറ്റ്സ് എന്ന് പറയുന്ന രണ്ടുപേരും മെയിൻലി ബ്രയോഫൈറ്റ്സ് എംബ്രിയോഫൈറ്റയ്ക്കകത്താണ് വരുന്നത്. ടെറഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് വരുന്നത് ട്രക്കിയോഫൈറ്റയ്ക്കകത്താണ്. ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ് ഇവ രണ്ടും, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് വരുന്നത് സ്പെർമാറ്റോഫൈറ്റയ്ക്കകത്താണ്. കാരണം ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസിനകത്ത് മെയിൻലി ഉള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ്, അതായത് മെയിൽ ജിംനോസ്പേംസിനും ആൻജിയോസ്പേംസിനും അറിയാലോ ട്രൂ വാസ്കുലർ സിസ്റ്റം ഉള്ള പ്ലാന്റ്സുകളാണ്. ഇവർക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ആർക്കഗോണിയും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് ആർക്കഗോണിയും, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആന്ത്രീഡിയോ ആണ്. അതിനകത്ത് ഒന്നിനകത്ത് എഗ്ഗും കാണും, ഒന്നിനകത്ത് സ്പേമും കാണും. അതാണ് സ്പെർമാറ്റോഫൈറ്റ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ ടുവിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. കണ്ടോ, ബ്ലൂ ഗ്രീൻ ആൽഗെ രണ്ടും വന്നിരിക്കുന്നത് സയനോബാക്ടീരിയക്കകത്താണ്. ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് എംബ്രിയോഫൈറ്റ്സ് ആണ്, അവർ നോൺ വാസ്കുലർ ആണ്. കാര്യങ്ങളൊക്കെ അറിയാലോ. ടെറഡോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് രണ്ടും എന്താണ് ട്രക്കിയോഫൈറ്റ്സ് ആണ്. അതുപോലെ തന്നെ ആൻജിയോസ്പേംസ് ആൻഡ് ജിംനോസ്പേംസ് ഇവർ രണ്ടുപേരും എന്താണ്? സ്പെർമാറ്റോഫൈറ്റ്സ് ആണ്. ദാറ്റ് ബിയർ ഫ്ലവേഴ്സ് ഓർ സീഡ്സ്. അപ്പം അതാണ്. ഇതും നമ്മളൊരു ജസ്റ്റ് ഒരു ഒറ്റ ഓപ്ഷൻ കണ്ടോ, ഈ ഒരു ഒറ്റ ഓപ്ഷൻ, അതായത് ബാക്ടീരിയൻ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് വെച്ചിട്ട്, അതായത് ഒറ്റ ഓപ്ഷനിൽ നിന്ന് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ആൻസർ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് എപ്പോഴും നമുക്ക് പഠിക്കാതെ വന്നിട്ട് ക്രാക്ക് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. നന്നായിട്ട് കാര്യങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ അതാണെന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ 3. ഇത് കുറച്ച് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല, വെറും എക്സാമ്പിൾ വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ 3 ഇതും ഇയർ 2022 ഹെട്രോസ്പോറി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ. ഹെട്രോസ്പോറി എന്ന പ്രോസസ് എന്താണെന്ന് അറിയണം, എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹെട്രോസ്പോറി ഈസ് നോട്ട് ഫൗണ്ട് ഇൻ, അതായത് ഹെട്രോസ്പോറി കാണാൻ പറ്റാത്തത് ഏതിലാണ്? എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പൈനസ്, സൈക്കസ്, സെലഗിനെല്ല, ടെറിഡിയം. ഈ 4 എക്സാമ്പിൾസ് ആണ്. അതായത് ഈ പറഞ്ഞ പോലെ പ്ലാന്റിൽ തന്നെ ഒന്നുകിൽ ഇത് ബ്രയോഫൈറ്റ് ആയിരിക്കാം, ടെറഡോഫൈറ്റ് ആയിരിക്കാം, ജിംനോസ്പേം ആയിരിക്കാം, ആൻജിയോസ്പേം ആയിരിക്കാം. ഈ 4 പ്ലാന്റ് ടൈപ്പിൽ ഏതെങ്കിലും ഒക്കെ എക്സാമ്പിൾസ് ആണ്, ഏതെങ്കിലും ഒന്നിന്റെ എക്സാമ്പിൾ ആണ് ഈ 4 എണ്ണം. ഇതിൽ ഏതിലാണ് ഈ പറഞ്ഞ പോലെ ഹെട്രോസ്പോറി കാണാൻ പറ്റാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ ചെയ്യണമെങ്കിൽ എന്താണ് ഹെട്രോസ്പോറി എന്ന് അറിയണം. ഹെട്രോസ്പോറി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് തന്നെ പറയാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെട്രോസ്പോറി എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് ഈ പൈനസ് ആരാണ്, സൈക്കസ് ആണ്, ഇവർ ഓരോരുത്തരും ആരാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ ഒരാളെങ്കിലും ആരാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു കുറച്ചെങ്കിലും ഐഡിയ കിട്ടും. അപ്പൊ ഓപ്ഷൻ ഏതാണെന്ന് നോക്കട്ടെ. ഒരാൾ ഉത്തരം വന്നിട്ടുണ്ട്, സോഫി. ഓക്കെ, ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ബി എന്നാണ്. ഒരാൾ മാത്രം ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. 13 പേരുണ്ട് ക്ലാസ്സിൽ, ഒരാൾ മാത്രം. അതായത് ഇപ്പൊ ആ കൂടെ 3 പേരാണ് ഉത്തരം തന്നിരിക്കുന്നത്. സോഫി, അതേപ്രിയ വന്നിട്ടുണ്ട്, പിന്നെ ആദില, പിന്നെ ഹിരണ്യ അല്ലെ? ഹിരണ്യ. ഈ 4 പേരാണ്. വേറെ ആരെങ്കിലും വന്നൂടെ? ഓക്കെ, സോഫി ബി പറഞ്ഞു, ദേവിപ്രിയ സി പറഞ്ഞു. നമുക്ക് നോക്കാം. 2-3 പേരോടെ പോരട്ടെ. ഓക്കെ, ഹിരണ്യ സി, ഹൃദ്യ സി വന്നു. ഓക്കെ, നിങ്ങൾ ചുമ്മാ ഈ പറഞ്ഞ പോലെ ഒരു റിപ്ലൈ താടേ. ഈ ചുമ്മാ ഇങ്ങനെ കുന്തം വിട്ടിരിക്കണ പോലെ ഇരിക്കാതെ നിങ്ങളൊന്ന് ചിന്തിക്ക. ചുമ്മാ ഈ ബോട്ടണി പഠിച്ച പിള്ളേരൊക്കെ ഇതിനകത്ത് ഇല്ലേ? നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് ഒന്ന് ഉത്തരം തന്നൂടെ? ഇപ്പം ഒരു 4 പേര് മാക്സിമം ഇങ്ങനെയുണ്ട്. അവരാണ് ഞാൻ എപ്പോഴും കാണുന്ന ഒരു പേര് സോഫിയയുടെയാണ്. സോഫിയാണ് എപ്പോഴും കാണുന്നത്. വേറെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എക്സാമിങ് അടുത്തു. ഇനി ഒളിച്ചു കളിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ കാര്യങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് നേരിട്ടിട്ടേ കാര്യമുള്ളൂ. ഓക്കെ, സൈറ വന്നിട്ടുണ്ട്. മെജോറിറ്റി പേര് സി ആണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. സെലഗിനല്ലേ ആണല്ലേ? ഓക്കെ, ഗൂഗിൾ ചെയ്തൊന്നും ആരും നോക്കണ്ട. ഗൂഗിൾ ചെയ്യാതെ മതി കേട്ടോ ഉത്തരം. കാരണം ഗൂഗിൾ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ തന്നെയാണ് ചീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പറയൂ ഉത്തരം. നിങ്ങൾ ഗൂഗിൾ ഒന്നും ചെയ്ത് നോക്കല്. കാരണം ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കിട്ടും പെട്ടെന്ന് ഉത്തരം. ഓക്കെ, ആദില പറഞ്ഞിരിക്കുന്ന ഡി ആണ്. അപ്പം മെയിൻലി വന്നിരിക്കുന്ന സൈക്കസ്, സെലഗിനെല്ല, ടെറേഡിയം. ഈ 3 ഓപ്ഷൻസും വന്നിട്ടുണ്ട്. ആർക്കും പൈനസ് വേണ്ടേ? നമുക്ക് നോക്കാം. അപ്പം ഉത്തരം ഞാൻ റിവീൽ ചെയ്യാൻ പോവുകയാണ് എന്താണെന്ന്.
ഉത്തരം ഡി ആണ്. അപ്പൊ നമ്മൾ ആദില പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്, ടെറിഡിയോ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഹെട്രോസ്പോറിയ എന്ന് ആദ്യം നോക്കാം. ഹെട്രോസ്പോറിയ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഹെട്രോസ്പോറിയ എന്ന് പറയുന്നത്. അപ്പൊ 2 ടൈപ്പ് ഓഫ് സ്പോർസ് ഏതൊക്കെയാണ്? മൈക്രോസ്പോർസും മെഗാസ്പോർസും. മൈക്രോസ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്പോർസ്. ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്, അതായത് ഫീമെയിൽ ആയിട്ടുള്ള പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മെഗാസ്പോർസ്. മെയിൽ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മൈക്രോസ്പോർസ് ബൈ ദ സ്പോറോഫൈറ്റിക് ജനറേഷൻ ഓഫ് എ പ്ലാന്റ്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് ഹെട്രോസ്പോറി എന്ന് പറയുന്നത്. അപ്പൊ പൈനസ് എന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ പൈൻ ട്രീകളാണ് പൈനസ് എന്ന് പറയുന്നത്. ലൈക്ക് ഓൾ ജിംനോസ്പോർസ് എക്സിബിറ്റ് ഹെട്രോസ്പോറി. അപ്പം പൈനസിനകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഹെട്രോസ്പോറി കാണാൻ പറ്റും. മീനിങ് ഇറ്റ് പ്രൊഡ്യൂസസ് 2 ഡിസ്റ്റന്റ്, അതായത് ഒരു പ്ലാന്റ് തന്നെ 2 ടൈപ്പും സ്പോറും പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് നമ്മൾ ഹെട്രോസ്പോറി എന്ന് പറയുന്നത്, ഹെട്രോസ്പോറിക് പ്ലാന്റ് എന്ന് പറയുന്നത്. പൈനസ് ഹെട്രോസ്പോറിന്റെ എക്സാമ്പിൾ ആണ്, കാരണം ഇവർ 2 ടൈപ്പ് ഓഫ് സ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബോത്ത് മെയിൽ സ്പോറും പ്രൊഡ്യൂസ് ചെയ്യും, ഫീമെയിൽ സ്പോറും. മെയിൽ സ്പോർ എന്ന് പറയുന്നത് മൈക്രോസ്പോർസും, അതുപോലെ തന്നെ ഫീമെയിൽ സ്പോർ എന്ന് പറയുന്നത് മെഗാസ്പോർസും. ഇനി അടുത്തത് സൈക്കസ്. സൈക്കസ് എന്താണ്? ഹെട്രോസ്പോറസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ 2 സ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെലഗിനെല്ലയും എന്താണ്? ഹെട്രോസ്പോറസ് ആണ്, 2 സ്പോർസും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെറിഡിയം മാത്രമാണ്. ടെറിഡിയം എന്ന് പറയുന്നത് ഒരു ഫേൺ ആണ്. ഫേൺ എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ നമ്മുടെ ഇതിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ടെറഡോഫൈറ്റ്സ് അല്ലേ? അപ്പൊ ഈ ടെറഡോഫൈറ്റ്സിനകത്ത് വരുന്നതാണ് ഈ ഫേൺസ് ഒക്കെ. അവര് ഹെട്രോസ്പോറസ് അല്ല, കാരണം അവർക്ക് എന്തില്ല? മെയില് ഫീമെയിൽ സ്പോർസ് ഇല്ല, കാരണം അവർ ഓൺലി 1 ടൈപ്പ് ഓഫ് സ്പോർസ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹെട്രോസ്പോറി ഇല്ലാത്ത പ്ലാന്റ് ആണ്. അടുത്തൊരു വലിയ പ്രോബ്ലം ആണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് ടെൻഷൻ അടിച്ച് വായിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മറ്റൊരു വലിയൊരു തെറ്റാണ്, നമ്മൾ ഈ നോട്ട് കാണൂല, ഈസോ വാസോ ഒന്നും കാണില്ല, നമ്മൾ നോട്ടൊന്നും കാണില്ല. ചിലവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഹെട്രോസ്പോറി ഏതിലാണ് കാണുന്നത്, ഓക്കെ പെട്ടെന്ന് തന്നെ എഴുതും, പക്ഷെ നോട്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല. ഇവിടെ നോട്ടാണ് ക്വസ്റ്റ്യനിലെ മേജർ ആയിട്ടുള്ള ഒരു ചോദ്യം, നോട്ടാണ് ഇവിടുത്തെ താരം. അപ്പൊ ഹെട്രോസ്പോറി കാണാത്ത പ്ലാന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 പൈനസിലും സൈക്കസിലും സെലഗിനെല്ലയിലും നമുക്ക് ഹെട്രോസ്പോറി കാണാം, ടെറിഡിയത്തിൽ മാത്രം നമുക്ക് ഹെട്രോസ്പോറി ഇല്ല. ഓക്കെ, അപ്പൊ അതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 4 ആണ്. ചടപടെ ഉത്തരം വേണം, 8:30 മണിയായി, 8:30 മണി കഴിഞ്ഞു, പെട്ടെന്ന് തൊട്ട് ഉത്തരം വേണം, നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് കവർ ചെയ്യാൻ. ക്വസ്റ്റ്യൻ 4 ആണ്. ദ ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധയോടെ വായിക്കുക കേട്ടോ. ഈസോ വാസോ നോട്ടോ ഇതാണ് ഇമ്പോർട്ടന്റ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വായിക്കുക. ഇത് ക്വസ്റ്റ്യൻ ചുമ്മാ പെട്ടെന്ന് ഓട്ടിച്ചിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതാൻ പോയി കഴിഞ്ഞ അവസാനം പൊട്ടത്തെറ്റായിരിക്കും എഴുതി വെക്കുന്നത്. അപ്പം നിനക്ക് ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, വെറുതെ പോയിട്ട് പൊട്ടത്തെറ്റ് എഴുതി വെക്കണം. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ, ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ അറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫെമിലർ, ആൻസർ നമുക്ക് നന്നായിട്ട് അറിയാം. ഓപ്ഷൻ എടുത്ത് കറക്റ്റ് ഈ പറഞ്ഞ പോലെ കുത്തുമ്പോ മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം അല്ലേ, ഓൺലൈൻ എക്സാം ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ ഇടയിൽ പെട്ടെന്ന് കുത്തിയിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ ലാസ്റ്റ് വരാമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്ക് സമയം കിട്ടൂല. കാരണം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വരുന്ന സമയം അവസാനം എന്ത് ചെയ്യും? നമ്മൾ എൻഡ് എക്സാം കൊടുക്കുന്ന സമയത്ത് നമ്മൾ തെറ്റായിട്ടുള്ള ഇതായിരിക്കും നമ്മൾ ടെൻഷൻ ഇടയിൽ കുത്തി വെച്ചിരിക്കുന്നെങ്കിൽ നെഗറ്റീവായി പോകും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കുക, ശ്രദ്ധിച്ച് ഓപ്ഷൻസ് ഇടുക. ഓക്കെ, അത് ആൻസർ ശ്രദ്ധിച്ച് കൊടുക്കുക. The formation of endosperm before fertilization is the characteristics of bryophyte, angiosperm, gymnosperm, pteridophyte. ആരുടെ ക്യാരക്ടറാണ്? പെട്ടെന്ന് ഉത്തരം പോരട്ടെ. എൻഡോസ്പേം ഫോർമേഷൻ, ഫെർട്ടിലൈസേഷന് മുന്നേ എൻഡോസ്പേം ഫോം ചെയ്യുന്നത് ആരുടെ ക്യാരക്ടറാണ്? ഈ 4 പ്ലാന്റ് സ്പീഷീസിലും ആർക്കാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത്? എൻഡോസ്പേം ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, രണ്ടുപേര് സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ജിംനോസ്പേംസ്. ഓക്കെ, ആതിരയും ജിംനോസും. ഓക്കെ, ജിംനോസ്പേംസ് ആണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. അടുത്ത ആരാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഇപ്പൊ ചലവറ വരുന്നുണ്ട്. കണ്ട എല്ലാരും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്ക് സന്തോഷമായി, എല്ലാവരും ഉത്തരം തരുന്നുണ്ട്. ഓക്കെ, ഓപ്ഷൻ സി തന്നെയാണ്, ജിംനോസ്പേംസ് തന്നെയാണ് കറക്റ്റ് ആൻസർ. ജിംനോസ്പേംസിലാണ് ഈ പറഞ്ഞ പോലെ എന്താണ് എൻഡോസ്പേം ഡെവലപ്മെന്റ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ വഴി എൻഡോസ്പേം ഡെവലപ്മെന്റ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേംസിനെ വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ ഡബിൾ ഫെർട്ടിലൈസേഷൻ ആൻജിയോസ്പേംസിനെ വെച്ച് നോക്കുമ്പോഴേക്കും എന്താണ് ഫെർട്ടിലൈസേഷൻ മുന്നേ ഉണ്ടാവുന്നതാണ് ജിംനോസ്പേംസിൽ. ആൻജിയോസ്പേംസിൽ കണ്ടോ, ആൻജിയോസ്പേംസിൽ എൻഡോസ്പേംസ് ഫോംഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, ജിംനോസ്പേംസിൽ ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ് ആൻജിയോസ്പേം ഉണ്ടാവുന്നത്, എൻഡോസ്പേം ഉണ്ടാവുന്നത്. ആൻജിയോസ്പേംസിൽ വരുമ്പോഴേക്കും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആണ്. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസവും, ജിംനോസ്പേമും ആൻജിയോസ്പേമും തമ്മിലുള്ള ഒരു മേജർ വ്യത്യാസവും എന്താണ്? അത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് വിശദമായിട്ട് ഞാനത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 5 ആണ്.
ഇതും 2022 ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ജിംനോസ്പോം? അപ്പൊ ജിംനോസ്പോമിനെ കുറിച്ച് നന്നായിട്ട് അറിയാന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടോ, ഈ ക്വസ്റ്റൻ ആണ്. ക്യാരക്ടർ, ഈ പറഞ്ഞ പോലെ ജിംനോസ്പോമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ച ഒരാൾക്ക്, അതായത് ക്യാരക്ടറിസ്റ്റിക് അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ അബൌട്ട് ജിംനോസ്പോംസ്? Albuminous cells in phloem are absent. The embryo that grows after fertilization is exoscopic in nature. Gymnosperms are dioecious in nature. The embryo that grows after fertilization is endoscopic in nature. അപ്പൊ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് പഠിക്കണം? ജിംനോസ്പേമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യനില് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓപ്ഷൻസ് നിങ്ങൾക്ക്, നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓപ്ഷൻ എങ്കിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് ഒന്നോ രണ്ടോ ഓപ്ഷൻസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ഉത്തരങ്ങൾ, ഓപ്ഷൻസുകൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്ത് വരാം. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ഓപ്ഷൻ ബി എനിക്ക് അറിയാമെങ്കിൽ, അതായത് ട്രൂ അല്ല, അത് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാം, അതൊരു ഓപ്ഷൻ കുറഞ്ഞു, പിന്നെ നമുക്ക് 3 ഓപ്ഷൻ വെച്ച് കളിച്ചാൽ മതി. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇത് മറ്റേ സാധാരണ മാച്ച് ദ ഫോളോയിങ് വെച്ച് നോക്കുക കുറച്ച് ട്വിസ്റ്റിയാണ്. കാരണം അത് വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് 4 അറിഞ്ഞേ പറ്റത്തുള്ളൂ. 4 ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ഇതിപ്പം ആൽബുമിനസ് സെൽസ് ഫ്ലോയത്തിൽ ആബ്സെന്റ് ആണെന്ന് ഉറപ്പാണ്. ആബ്സെന്റ് ആണെങ്കിൽ അതാണല്ലോ കറക്റ്റ് ഉത്തരം. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ്, കാരണം ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കും ഉത്തരം കറക്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ? അതായത് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏതാണ് ട്രൂ, അതായത് സത്യമായിട്ടുള്ള കാര്യം ജിംനോസ്പേമിനെ കുറിച്ചിട്ട്, അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിള്ളേർ ഉത്തരം ഇല്ലേ? ഓക്കെ, അപ്പൊ ആർക്കും ഉത്തരം ഇല്ലല്ലേ? അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ മാറ്റാം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ എംബ്രിയോ ദാറ്റ് ഗ്രോസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, അതായത് ആൽബുമിനസ് സെൽസ് ഇൻ ഫ്ലോയം ആർ ആബ്സെന്റ്. അതായത് ഇതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ആൽബുമിനസ് സെൽസ് ഇൻ ഫ്ലോയം ആർ ആബ്സെന്റ്. ജിംനോസ്പേംസ് ഹാവ് albuminous cells in their phloem which are analogous to companion cells in angiosperms. അതായത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആൽബുമിനസ് സെൽസ് ഫ്ലോയത്തില് ആബ്സെന്റ് ആണെന്നുള്ളത് തെറ്റാണത്, ട്രൂ അല്ല, അത് ഫോൾസ് ആണ്. കാരണം എന്താണ്? ജിംനോസ്പേംസിന് ആൻജിയോസ്പേംസ് ഫ്ലോയത്തില് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? വാസ്കുലർ സിസ്റ്റം പഠിച്ചാണ് ഇതിന് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ജിംനോസ്പേംസിന്റെ ഫ്ലോയത്തിനകത്ത് ആൽബുമിനൽ സെൽസ് കാണാം, പക്ഷെ ഇവര് പറഞ്ഞിരിക്കുന്നത് ആബ്സെന്റ് എന്നാണ്, തെറ്റാണ്. രണ്ടാമത്തത്, the embryo that grows after fertilization is exoscopic in nature. അത് കറക്റ്റ് ആണ്. ജിംനോസ്പേമിലെ എംബ്രിയോ ഡെവലപ്പ് ഔട്ട്സൈഡ് ദ ഗെമറ്റോഫൈറ്റിക് ടിഷ്യൂ. ഗെമറ്റോഫൈറ്റിക് ടിഷ്യൂവിന്റെ പുറത്ത് വളരുന്നത് കൊണ്ട് തന്നെ ഇവരെ എക്സോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ പുറത്ത്, എക്സോ മീൻസ് ഔട്ട്സൈഡ്, അതുകൊണ്ടാണ് ഇവരെ എന്ത് പറയുന്നത്? എക്സോസ്കോപ്പിക് എന്ന് പറയുന്നത്. ആ ഓപ്ഷൻ, അതായത് ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. മൂന്നാമത്തത്, ജിംനോസ്പേംസ് ആർ ഡയേഷ്യസ് ഇൻ നേച്ചർ. ഡയേഷ്യസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു, മൊണേഷ്യസ്, ഡയേഷ്യസ്, ഹെട്രോ, 4 കാര്യം പറഞ്ഞേ, എന്തോ അപ്പൊ പ്രോട്ടാൻഡ്രസ്, പ്രോട്ടോഗൈനി, അങ്ങനെ 4 പറഞ്ഞായിരുന്നു. അതില് ഡയേഷ്യസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, മൊണേഷ്യസ് എന്ന് പറയുന്നത് മെയിലും ഫീമെയിൽ, ഒരു പ്ലാന്റിൽ തന്നെ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻ ഉണ്ടെങ്കിൽ അത് മൊണേഷ്യസ് എന്നും, ഡയേഷ്യസ് എന്ന് പറയുന്നത് ഒരു പ്ലാന്റിനകത്ത് മെയിലും വേറൊരു പ്ലാന്റിനകത്താണ് ഫീമെയിൽ, 2 പ്ലാന്റിൽ മെയിലും ഫീമെയിൽ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് എന്താണ്? ഡയേഷ്യസ് എന്ന് പറയും. അപ്പം വൈൽ ജിംനോസ്പേംസ് ആർ ഡയേഷ്യസ് ഇൻ നേച്ചർ എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. പക്ഷേ ജിംനോസ്പേംസ് എല്ലാവരും ഡയേഷ്യസ് അല്ല, കുറച്ചു പേര് മൊണേഷ്യസും കൂടിയാണ്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. The embryo that grows after fertilization is endoscopic in nature. എംബ്രിയോ ഫെർട്ടിലൈസേഷന് ശേഷം ഉണ്ടാവുന്ന എംബ്രിയോ എന്ന് പറയുന്നത് എന്താണ്? എക്സോസ്കോപ്പിക് ആണ്, എൻഡോസ്കോപ്പിക് അല്ല. കണ്ടോ, ഒരേ ചോദ്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ കണ്ടോ, ഈ സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും രണ്ടും ഒരൊറ്റ ഓപ്ഷൻ ആയിരുന്നു, അതായത് എക്സോസ്കോപ്പിക്, എൻഡോസ്കോപ്പിക്. പക്ഷെ എൻഡോസ്കോപ്പിക് തെറ്റാണ്. എക്സോസ്കോപ്പിക് ആണെന്ന് അറിയാന്നുള്ള ഒരാൾക്ക് ആ 4ാമത്തെ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാം, പിന്നെ 3 ഓപ്ഷനിൽ നമ്മൾ നോക്കിയാൽ മതി. അപ്പം ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത 2022 ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് the gametophyte does not represent an independent free living generation?
അതായത് ഇതിൽ ഏത് പ്ലാന്റിലാണ്, 4-ല് ഏത് പ്ലാന്റിലാണ് ദ ഗാമറ്റോഫൈറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ് ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് ജനറേഷൻ കാണിക്കാത്തത്? പോളിട്രൈക്കം, ഫ്യൂണേറിയ, മാർക്കന്റിന, മാർക്കന്റിഷ്യ, പൈനസ്. പൈനസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പൈൻ ട്രീ ആണ് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, പൈൻ ട്രീ തന്നെയാണ് ഉത്തരം. ജിംനോസ്പേംസ് ലൈക്ക് പൈൻസ് ഒക്കെ വരുന്ന ജിംനോസ്പേംസിനകത്ത്, പൈൻസ് അറിയാലോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ല, ഇവരിനകത്ത് എന്താണ് ഗാമറ്റോഫൈറ്റിക് ജനറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ദാറ്റ് ഇസ് ഫ്രീ ലിവിംഗ് ജനറേഷൻ ബട്ട് റാദർ റിമെയിൻസ് വിത്തിൻ ദ സ്പോറോഫൈറ്റ് ആസ് പാർട്ട് ഓർ ഓൾസ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫ്രീ ലിവിംഗ് അല്ലാത്ത, അതായത് ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഗാമറ്റോഫൈറ്റ് ഉള്ളത് ആർക്കാണ്? പൈനസിനാണുള്ളത്. കാരണം ഇവരെന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഇൻഡിപെൻഡന്റ് ആണ്, ഫ്രീ ലിവിംഗ് അല്ല. അതായത് ഇവര് ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്, ഇവര് പ്ലാന്റിന്റെ, അതായത് സ്പോറോഫൈറ്റിനകത്ത് തന്നെ ഉള്ളതാണ്. ബാക്കി ഇൻഡിപെൻഡന്റ് ഫ്രീ ലിവിംഗ് ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾസ് ആണ് ആർക്കൊക്കെ ഉള്ളത്? ബ്രയോഫൈറ്റ്സ് ആയ മറ്റ് ഓപ്ഷൻസ് പോളിട്രൈക്കം, ഫ്യൂണേറിയം, മാർക്കന്റിനയും 3 പേരും ബ്രയോഫൈറ്റ്സ് ആണ്. ഇവർ 3 പേർക്കും എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എന്താണുള്ളത്? ഗാമറ്റോഫൈറ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡസ് നോട്ട് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റിന്റെ ഉത്തരം പൈൻ ട്രീസ് ആണ്. പൈൻ എന്ന് പറയുന്നത് ജിംനോസ്പേംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 7 2022 തന്നെയാണ്. ദ പ്രോകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം. ഇത് നമ്മുടെ നൈട്രജൻ ഫിക്സേഷന്റെ നൈട്രജൻ സൈക്കിളിനകത്ത് വരുന്ന ചോദ്യമാണ്, ഞാൻ പറഞ്ഞില്ലേ. ദ പ്രോകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം which fixes atmospheric nitrogen in symbiotic association under aerobic conditions in aquatic ferns. വെള്ളത്തിൽ കാണുന്ന ഫേണുകളില് എയറോബിക് കണ്ടീഷനില് സിംബയോട്ടിക് അസോസിയേഷൻ നടത്തുന്ന, അത് സിംബയോട്ടിക് അസോസിയേഷനിലൂടെ നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം. ദാറ്റ് ഇസ് പ്രോകാരിയോട്ട് ആണല്ലോ മൈക്രോ ഓർഗാനിസംസ്. റൈസോബിയം, ക്ലെപ്സിയല്ല, അനബിന, റോഡോസ്പൈറലം. ആർക്കെങ്കിലും പറയാവോ? റൈസോബിയം എന്ന് പറയുന്ന അറിയാലോ, സിംബയോട്ടിക് ആണ്. ക്ലബ്സിയല്ല സിംബയോട്ടിക് ആണ്. അനബീന, അപ്പൊ ഇത് ചോദിച്ചിരിക്കുന്നത് സിംബയോട്ടിക് ആണ്. സിംബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്ത്, പ്ലാന്റിന്റെ റൂട്ട് നോഡ്യൂൾസിൽ അല്ലെങ്കിൽ റൂട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുന്ന ആളാണ്. റോഡോസ്പൈറലം. ആർക്കൊരു ഉത്തരം പറയാവോ? വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ക്വസ്റ്റ്യൻ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നൈട്രജൻ ഫിക്സിംഗ് മാത്രമല്ല, അവര് സിംബയോട്ടിക് ആണ്, എയറോബിക് കണ്ടീഷനിലുള്ളവരാണ്, മാത്രമല്ല അത് ലാൻഡിലല്ല, അക്വാറ്റിക്, അത് വെള്ളത്തിൽ കാണുന്ന ഫേണിലാണ് ഇവർ പറയുന്നത്. അപ്പം വെള്ളത്തിലും കൂടെ കാണുന്ന ഒരു ബാക്ടീരിയ, അത് മൈക്രോ ഓർഗാനിസം ആയിരിക്കണം. ഓപ്ഷൻ വന്നിട്ട് സി ആണ്, അനബീനയാണ് ആൻസർ. അനബീന എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താണ്? നമ്മുടെ അക്വാറ്റിക്സിൽ കാണാൻ പറ്റുന്നതാണ്. റൈസോബിയം എന്ന് പറയുന്നത് എന്താണ്? സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. ഇത് മെയിൻലി കാണുന്നത് ലാൻഡ് പ്ലാന്റ്സിലാണ്, അതായത് മെയിൻലി ലെഗ്യൂമിനസ് പ്ലാന്റ്, അതായത് പയർ വർഗ്ഗങ്ങളിലാണ്. പയർ വർഗ്ഗം വെള്ളത്തിലല്ല, ലാൻഡിലാണ്. അപ്പൊ റൈസോബിയം അല്ല. ക്ലബ്സി അല്ല എന്ന് പറയുന്നത് എന്തോ ആണ്? ഇവരും ഈ പറഞ്ഞ പോലെ ധാരാളം എൻവിറോൺമെന്റിൽ കാണും. ഇവരും നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൂടുതലും ലാൻഡ് പ്ലാന്റ്സിലാണ്. റോഡോസ്പൈറലം എന്ന് പറയുന്നത് ഇവർക്കും ഫിക്സ് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവര് സിംബയോട്ടിക് അസോസിയേഷൻ, ഇവർ ഫ്രീ ലിവിംഗ് ആയിട്ടുള്ളതാണ് റോഡോസ്പൈറലം. അപ്പം അനബീനയാണ് ഈ ഒരു കണ്ടീഷൻ എല്ലാം മാച്ച് ചെയ്യുന്ന അനബീനയാണ്. അപ്പൊ ഓപ്ഷൻ സി അനബീനയാണ് ഉത്തരം. ദ പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ, ഇത് ചോദിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? ഫോട്ടോസിന്തസിസ് നിന്നാണേ. ദ പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C4 പ്ലാന്റ്സ് ഈസ്, ആരാണ്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്. ഇത് എന്തായാലും നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും, കാരണം നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, എക്സാമ്പിൾസ് ഒന്നുമല്ല, ഡയറക്റ്റ് ചോദ്യമാണ്. ദ പ്രൈമറി ആക്സെപ്റ്റർ, ഇത് ഉത്തരം തന്നേ പറ്റൂ. ദ പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ C4 പ്ലാന്റ്സ് ആരാണ്? ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ്, റിബുലോസ് 1,4 ഡൈഫോസ്ഫേറ്റ്, റിബുലോസ് 1,5 ഡൈഫോസ്ഫേറ്റ്, ഫോസ്ഫോ ഇനോൾ ഗ്ലിസറേറ്റ്. ഓക്കെ, അപ്പൊ ഏതാണ്? ഞാൻ ഫോസ്ഫോ ഇനോൾ ഗ്ലിസറേറ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് 1,4. ഈ 1,4ഉം 1,5 എന്ന് പറയുന്ന പൊസിഷന്റെ ബേസിലാണ് കേട്ടോ. അതായത് 5th പൊസിഷനും 4th പൊസിഷനിലാണ് ഫോസ്ഫേറ്റ്, 2 ഫോസ്ഫേറ്റ് വരുന്നത്. 1st പൊസിഷനിലും 4th പൊസിഷനിലും 1st പൊസിഷനിലും 5th പൊസിഷനിലും. അപ്പൊ ഉത്തരം നോക്കട്ടെ ആരൊക്കെയാണെന്ന്. എല്ലാവരും എ തന്നെയാണ്. അതെ, എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ്, ഫോസ്ഫോ ഇനോൾ പൈറുവേറ്റ് ആണ് ഫസ്റ്റ് വൺ. അപ്പം ഇത് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹൃദ്യ, സൈറ, ആദില, ഓക്കെ, എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഉത്തരം. അപ്പൊ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ്. അറിയാമല്ലോ കാരണം എന്താണെന്ന് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
അടുത്തത് ക്വസ്റ്റ്യൻ 9 2022 തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ ഇപ്പം 9 ക്വസ്റ്റ്യൻ ആണ് 2022 ചോദിച്ചിരിക്കുന്നത്. ഇതും എന്താണ് ഫോട്ടോസിന്തസിസ് ലൈറ്റ് റിയാക്ഷൻ അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. ദ റേറ്റ് ഓഫ് ഓക്സിജൻ പ്രൊഡക്ഷൻ ഇസ് എൻഹാൻസ്ഡ് വെൻ ദർ ഇസ് ഓപ്പറേഷൻ ഓഫ്. ഏത് പ്രോസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്താണ് ഓക്സിജന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്? ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റും. ഏത് പ്രോസസ്സിലാണ് ഓക്സിജൻ പ്രൊഡക്ഷൻ നടക്കുന്നത്? സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, സൈക്ലിക് ബോത്ത് സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്, ഓക്സിഡേറ്റീവ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് സൈക്ലിക് മാനറിൽ വരുന്നത്. നോൺ സൈക്ലിക് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ആവും. നമ്മൾ ആദ്യം പഠിച്ചത് നോൺ സൈക്ലിക് ആണ്, പിന്നെയാണ് നമ്മൾ സൈക്ലിക് ഫോട്ടോഫോസ്ഫോർ. ലൈറ്റ് റിയാക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് നോൺ സൈക്ലിക് ആണ്, പിന്നെയാണ് നമ്മൾ സൈക്ലിക് പഠിക്കുന്നത്. അപ്പൊ ഏതാണെന്നുള്ളത് പെട്ടെന്ന് ഉത്തരം തന്നോ. ഏതിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊഡക്ഷൻ, അത് ഓക്സിജൻ പ്രൊഡക്ഷൻ കൂടുന്നത്? ഇതിനകത്ത് ഒരു പ്രോസസ്സിനകത്ത് മാത്രമേ ഓക്സിജൻ പ്രൊഡക്ഷൻ ഉള്ളൂ. ഇത് പഠിച്ചതാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷനകത്ത്. ഞാൻ കുറെ പട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ ഈ രീതിയിലല്ല പറഞ്ഞത്. പക്ഷെ ഇത് നിങ്ങൾക്ക് എന്തായാലും പറയാൻ പറ്റും, കാരണം ഇത് പറഞ്ഞ കാര്യമാണ് ആൾറെഡി. ഹൃദ്യ എ, ഓക്കെ. ബി ഓക്കെ. നീതു സോഫിയ ബി, ഓക്കെ. ഉത്തരം വന്നിട്ട് പറയാം, ബി ആണേ. ഉത്തരം വന്നിട്ട് ബി തന്നെയാണ് ഉത്തരം. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഓക്സിജൻ പ്രൊഡക്ഷൻ നടക്കുന്നില്ല. കാരണം ആ കിട്ടിയ ATPയും NADPHും അങ്ങനെ സൈക്ലിക് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ് നമ്മൾ പറഞ്ഞു വാട്ടർ സ്പ്ലിറ്റിംഗ് ഒക്കെ നടക്കുന്നത് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിലാണ്. അപ്പൊ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്താണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. വാട്ടർ സ്പ്ലിറ്റിംഗ് ഓർക്കേണ്ട ഇമ്പോർട്ടന്റ് മേജർ ഇവന്റ് ആണ്. ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്നിട്ടാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്നിട്ടാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഈ പറഞ്ഞ പോലെ എന്താണ് ഓക്സിജൻ പ്രൊഡക്ഷൻ ഒന്നും നടക്കുന്നില്ല. നോൺ സൈക്ലിക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്ത് ഓക്സിജൻ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്ത് മാത്രമേ ഓക്സിജൻ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ലാസ്റ്റ് ഓപ്ഷൻ കണ്ടല്ലോ, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. അത് നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യലാണ് നടക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഫോട്ടോസിന്തസിസിൽ ഉള്ള ഒരു ഇവന്റ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഹലോ, ഓക്കെ. അടുത്തത് ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈറ്റ് റിയാക്ഷനകത്തുള്ള രണ്ട് ഇവന്റ് ആണ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും ഫോട്ടോഫോസ്ഫോറിലേഷൻ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് പഠിച്ചത് ലൈറ്റ് റിയാക്ഷൻ പഠിച്ചപ്പോൾ. ആദ്യം നമ്മൾ പഠിച്ചത് നോൺ സൈക്ലിക് ആണ്. നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഒരേപോലെ പോകും. അതായത് PS2 ആക്ടിവേറ്റ് ആവും, പിന്നെ PS1, അതായത് ഫോട്ടോസിസ്റ്റം 1, 2 ആക്ടിവേറ്റ് ആവും, പിന്നെ 1 ആക്ടിവേറ്റ് ആവും. അങ്ങനെ ഇത് നോൺ സൈക്ലിക് ആണ്. നോൺ സൈക്ലിക് എന്ന് വെച്ചാൽ 2 ആക്ടിവിറ്റി ആ വഴി തന്നെ പോകും. വാട്ടർ സ്പ്ലിറ്റിംഗ് നടന്നിട്ട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നടക്കുന്ന എവിടെയാണ്? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്താണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ബി എന്തായത്? കറക്റ്റ് ഉത്തരവായത്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനകത്ത് വാട്ടർ സ്പ്ലിറ്റിംഗ് ഒന്നും തന്നെ നടക്കുന്നില്ല. അവിടെ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ പോലെ ഓക്സിജൻ അവിടെ ഇല്ല ഓക്സിജൻ. പിന്നെ ഉള്ളത് ഓക്സിഡേറ്റീവ്, പിന്നെ ഉള്ളത് ബോത്തും അല്ല എന്തായാലും, കാരണം സൈക്ലിക്കിനകത്ത് ഇല്ല. പിന്നെ ഉള്ളത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനകത്ത് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനകത്ത് നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞ പോലെ ATP പ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ 2022 വന്നിരിക്കുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈറ്റോകെമിക്കൽസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പ്ലാന്റ്സ് ഡസ് നോട്ട് ഡിഫെൻഡ് അഗൈൻസ്റ്റ് ഹെർബിവോർസ്? ഡസ് നോട്ട് എന്ന് പറയുന്നത് ഏതാണ്? ഹെർബിവോർസ്, അതായത് പ്ലാന്റിന്റെ ഡിഫൻസ് സിസ്റ്റം ഹെർബിവോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്ത ഒരു ഇതെന്ന് പറയുന്നത്. അതായത് പ്ലാന്റിന്റെ ഡിഫൻസ് സിസ്റ്റമാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ഈ പ്ലാന്റിന്റെ ഡിഫൻസ് സിസ്റ്റത്തിൽ ഏതാണ് ഹെർബിവോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? ഹെർബിവോഴ്സിന്, അതായത് പ്ലാന്റ് കഴിക്കുന്ന അനിമൽസിന് ദോഷമില്ലാത്തത് ഇതിൽ ഏതാണ്? ഈ ഒരു 4 ഫൈറ്റോകെമിക്കൽസിൽ. ഓക്കെ, ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ് ഉത്തരം. ആരാണ് നോക്കട്ടെ തന്നത്? സി തന്നെയാണ്. സോഫി, സി തന്നെയാണ് കറക്റ്റ് ഉത്തരം. ഫ്ലേവനോയിഡ്സ് ആണ് ഓപ്ഷൻ. ഫ്ലേവനോയിഡ്സ് ആണ്, അതായത് സി തന്നെയാണ് കറക്റ്റ് ഉത്തരം. ടാനിൻസ് എന്ന് പറയുന്നത് ഒരു പോളിഫിനോളിക് കോമ്പൗണ്ട് ആണ്. ഹെർബിവോഴ്സിന് ടോക്സിക് ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ടാനിന്. പിന്നെ ടേർപ്പിനോയിഡ് ഈ പറഞ്ഞ പോലെ എന്താണ് കണ്ടോ,
ടോക്സിക് ആണ് ഹെർബിവോഴ്സിന്. കഴിച്ചു കഴിയുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ടോക്സിക് ആയിട്ടുള്ളൊരു ഫൈറ്റോ കെമിക്കൽ ആണ്. ലിഗ്നിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കോമ്പൗണ്ട് ആണ്, ഫൈറ്റോ കെമിക്കൽ ആണ് പ്ലാന്റിന്, ഹെർബിവോഴ്സിന്. ഫ്ലേവനോയിഡ്സ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ പോലെ പ്ലാന്റിന്റെ ഒരു ഡിഫൻസ് സിസ്റ്റം ആണെങ്കിൽ പോലും ഇത് ഹെർബിവോഴ്സിന് ഈ പറഞ്ഞ പോലെ എന്താണ് അത്ര എഫക്ട് ചെയ്യാത്തത്. ഹെർബിവോഴ്സിന് അത്ര ഹാം ചെയ്യാത്ത ഒരേ ഒരു ഫൈറ്റോ കെമിക്കൽ ഒരെണ്ണമാണ് ഫ്ലേവനോയിഡ്സ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഫ്ലേവനോയിഡ്സ് ആണ് കേട്ടോ. അടുത്ത 11th ക്വസ്റ്റ്യൻ, ഇതും 2022 രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് C4 സൈക്കിൾ ആണ്, അതായത് ഡാർക്ക് റിയാക്ഷൻ ആണ്, കാൽവിൻ സൈക്കിൾ ആണ് പറയുന്നത്. അപ്പൊ കാൽവിൻ സൈക്കിൾ നന്നായിട്ട് അറിയാവുന്ന ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുന്ന ആൾക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റുള്ളൂ. ഇൻ C4 സൈക്കിൾ, ഫിക്സേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് by the carboxylation of phosphoenol pyruvate in the mesophyll cell result in conversion to malate or aspartate. ഇത് പഠിപ്പിച്ച കാര്യമാണ്, എടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റോ ശരിയോ എന്ന് നോക്കുക. അടുത്ത സ്റ്റേറ്റ്മെന്റ് 2 അതേ കോൺസെപ്റ്റ് തന്നെയാണ്, C4 സൈക്കിൾ തന്നെയാണ്. The transport of C4 acid to the bundle sheath cell leads to decarboxylation and generation of carbon dioxide, which is finally reduced into carbohydrates via Calvin cycle. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ ബേസിസിലും 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, ബോത്ത് ആർ ഇൻകറക്റ്റ്, 1 is correct, 2 is incorrect, 1 is incorrect, 2 is correct. ഇതിൽ ഏതാണ് ഓപ്ഷൻ? ഇതിൽ ഏതായിരിക്കും? അതായത് എ ആണോ ബി ആണോ സി ആണോ കറക്റ്റ് ആൻസർ? രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ? രണ്ടും തെറ്റാണോ? ആദ്യത്തെ തെറ്റ്, രണ്ടാമത്തെ ശരി, ആദ്യത്തെ ശരി, രണ്ടാമത്തെ തെറ്റ് ഏതാണ്? ഓക്കെ, ആദ്യം വന്നിട്ടുണ്ട് എ ആണ്. ശരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. കാരണം ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നതും ശരിയാണ്. നമ്മളിത് പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു രണ്ട് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്ന പ്രകാരം ഒന്നുകിൽ മാലേറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അസ്പാർട്ടേറ്റ് ഉണ്ടാവും. ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു, ചില കേസുകളിൽ മാലേറ്റ് ഉണ്ടാവും, ചില സമയത്ത് അസ്പാർട്ടേറ്റ് ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ ഞാൻ പറഞ്ഞു, ഡീകാർബോക്സിലേഷൻ സംഭവിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഫൈനലി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗേഴ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു കാൽവിൻ സൈക്കിളിലൂടെ. അപ്പം സെക്കൻഡ് ഓപ്ഷനും ശരിയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 and 2 കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 12 2022 അപ്പൊ 23 അപ്പൊ 11 ക്വസ്റ്റ്യൻസ് ആണ് 2022 ചോദിച്ചത്. അപ്പൊ 2023 ചോദ്യമാണ്, ബ്രയോഫൈറ്റ്സില് സ്പോറോഫൈറ്റ് ഇസ് ഫുള്ളി ഓർ പാർഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ ഗമറ്റോഫൈറ്റ്സ്. ഓക്കെ, സൈലം ആൻഡ് ഫ്ലോയം ബ്രയോഫൈറ്റ്സിന്റെ കേസുകളാണ് പറയുന്നത്. ഇപ്പൊ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. സൈലോം ഫ്ലോയും ആർ ദ മെയിൻ വാട്ടർ ആൻഡ് ഫുഡ് കണ്ടക്ടിങ് ടിഷ്യൂസ്. ഈ സെക്കൻഡ് ഓപ്ഷൻ ഒക്കെ വായിച്ച് ഏത് പൊട്ടനും എഴുതാൻ പറ്റും. അതായത് ഒന്നും പഠിക്കാതെ ജസ്റ്റ് ക്ലാസ്സിൽ ചുമ്മാ ഇരുന്ന് വായിച്ചു നോക്കിയില്ലെങ്കിലും ആൾക്ക് എഴുതാൻ പറ്റും ഉത്തരം. സ്പോർ ഡിസ്പേഴ്സൽ ടേക്സ് പ്ലേസ് ബൈ മീൻസ് ഓഫ് പെരിസ്റ്റോമിയൽ ടീത്ത് ഓൺലി. ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് ഇവോൾവ് ഇൻ ഹയർ ബ്രയോഫൈറ്റ്. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? സെക്കൻഡ് ഓപ്ഷൻ ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഉണ്ടായ പ്ലാന്റ് ആണ്, ലാൻഡിൽ ഉണ്ടായതാണ്. അവർക്ക് സൈലോം ഫ്ലോയും അതായത് വാസ്കുലർ ടിഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഈസിലി എടുത്ത് കളയാം, ഇല്ല എന്നുള്ളത്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, സ്പോർ ഡിസ്പോസല് പെരിസ്റ്റോമിയൽ ടീത്ത് എന്ന് പറയുന്നത് ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അവർക്ക് ഒരിക്കലും പെരിസ്റ്റോമിയൽ ടീത്ത് ഉണ്ടാവില്ല. കാരണം പെരിസ്റ്റോമിയൽ ടീത്ത് എന്ന് പറയുന്നത് ഒത്തിരി കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവുന്നതാണ്. അപ്പൊ എന്തായാലും ആ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു ട്രിക്കാണേ, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളണം, ഇത് കേട്ടോളണേ എല്ലാവരും. ഈ ചില ഓപ്ഷൻസുകളിൽ നമ്മൾ ഈ ഒൺലി എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം അത് തെറ്റാണെന്നുള്ളത്. കാരണം ഈ ഒൺലി എന്ന് ചോദിക്കുന്നതൊന്നും ശരിയല്ല. കാരണം ഒൺലി എന്ന് പറയുന്നത് ഇത് മാത്രമാവണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്, അല്ല. അപ്പം ഈ ഒൺലി കണ്ടു കഴിഞ്ഞാൽ അതെടുത്തങ്ങ് കളഞ്ഞോ, അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ അതൊരു ട്രിക്കാണ്, നമ്മൾ പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. ഒൺലി എപ്പോഴും ഒരു 90%, 98% ഒൺലി നമുക്ക് എടുത്ത് കളയാം, തെറ്റാണത്.
അപ്പൊ സ്പോർ ഡിസ്പേഴ്സൽ ടേക്ക് പ്ലേസ് ബൈ മീൻസ് ഓഫ് പെരിസ്റ്റോമിയൽ ടീത്ത് ഓൺലി അല്ല, തെറ്റാണത്. അപ്പം ഓപ്ഷൻ ബിയും സിയും തെറ്റാണ്. പിന്നെ നമുക്ക് എയും ഡിയും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനുള്ള വഴിയാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏറ്റവും ഉറപ്പായിട്ടുള്ളത്, അതായത് നമുക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളതിന് ആദ്യമേ എടുത്താൽ കളയുക, എലിമിനേഷൻ ചെയ്യും. ഇവിടെ എലിമിനേഷൻ മെത്തഡാണ് ചെയ്യേണ്ടത്. അപ്പം ബി ഇല്ല, സി ഇല്ല. ഇനി അടുത്ത എയും ഡിയും മാത്രം നോക്കിയാൽ മതി. എ നോക്കിക്കേ, സ്പോറോഫൈറ്റ് ഇസ് ഫുള്ളി ഓർ പാർഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ ഗെമറ്റോഫൈറ്റ്സ്. സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്, ഇവർക്ക് സ്പോറോഫൈറ്റിക് ജനറേഷൻ ഉണ്ട്, ഗെമറ്റോഫൈറ്റിക് ജനറേഷൻ ഉണ്ട്. ഫുള്ളി സ്പോറോഫൈറ്റ് ജനറേഷൻ ഇസ് ഫുള്ളി ഓർ പാർഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ ഗെമറ്റോഫൈറ്റ്. ഓക്കെ, ഫുള്ളി ഓർ പാർഷ്യലി. ഓക്കെ, അതൊരു ചോദ്യമാണ്. ഹെട്രോസ്പോറി ആൻഡ് സീഡ് ഹാബിറ്റ് ഇവോൾവ് ഇൻ ഹയർ ബ്രയോഫൈറ്റ്. സീഡ്, ബ്രയോഫൈറ്റ്സിന് സീഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? ഡി, ഓപ്ഷൻ ഡി എന്ന് തെറ്റാണ്. അപ്പൊ ഏതായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും പ്രോബബിലിറ്റി. അപ്പൊ എല്ലാവരും എ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ഉത്തരം. ഓക്കെ, അപ്പൊ അതിന്റെ കാരണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എക്സ്പ്ലനേഷനിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 13, 2023. ഇച്ചിരി സ്പീഡായിട്ട് പോകുന്ന സമയം ആയതുകൊണ്ടാണ് കേട്ടോ, സമയം കഴിയാറായി. 2 അസേർഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോറി, അസേർഷനും ഒരു റീസണും. അസേർഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു പ്രോബബിലിറ്റിയും അത് അതിന്റെ ഒരു കാരണമാണ് കൊടുത്തിരിക്കുന്നത്. ടെറിഡോഫൈറ്റ്സ് ജനേറ ലൈക്ക് സെലഗിനെല്ല ആൻഡ് സാൽവിനെയ പ്രൊഡ്യൂസസ് ഹെറ്ററോസ്പോസ്. ഓക്കെ, ഒരു അസേർഷൻ. അതിന്റെ റീസൺ ആണ്, അതിന്റെ കാരണം, അതായത് ആ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് ഉള്ള കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഹെറ്ററോസ്പോറിൻ ടെറിഡോഫൈറ്റ്സ് ഈസ് എ പ്രിക്കസർ ടു ദ സീഡ് ഹാബിറ്റ് വിച്ച് ഇസ് എൻ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് ഇൻ ഇവല്യൂഷൻ. ഓക്കെ, അപ്പം എന്താണ് ടെറിഡോഫൈറ്റ് എന്ന് മനസ്സിലാക്കുക. ബ്രയോഫൈറ്റ് കഴിഞ്ഞുള്ള ടെറിഡോഫൈറ്റ് ഫസ്റ്റ് പ്ലാന്റ്, അതായത് ഭൂമിയിലെ ആദ്യത്തെ ഒറിജിനൽ, അതായത് നമ്മൾ ഇന്ന് കാണുന്ന പ്ലാന്റിന്റെ ആദ്യത്തെ ആൻസിസ്റ്റേഴ്സ് ആണ് ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, അപ്പൊ അവരിൽ പെട്ട സെലഗിനെല്ലയും സാൽവിനെല്ലയും ഹെട്രോസ്പോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഹെട്രോസ്പോസ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പം ടെറിഡോഫൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെട്രോസ്പോർ ഇൻ ടെറിഡോഫൈറ്റ്സ് ഇസ് എ പ്രിക്കസർ ടു സീഡ് ഹാബിറ്റ്. അത് വേണമെങ്കിൽ റീസൺ കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെറിഡോഫൈറ്റ് ആണ് ഭൂമിയിൽ കണ്ട ആദ്യമായിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഒറിജിനൽ ലാൻഡ് പ്ലാന്റ്സിന്റെ ആദ്യത്തെ ആൻസിസ്റ്റേഴ്സ്. അപ്പം അവര് വേണമെങ്കിൽ എന്താവാം, ഈ സീഡ് ഹാബിറ്ററ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവല്യൂഷൻ വഴി ഈ പറഞ്ഞ പോലെ ഇന്ന് കാണുന്ന സീഡ് പ്ലാന്റ്സിന്റെ ആദ്യത്തെ ആൻസിസ്റ്റേഴ്സ് ഇവരാ. അപ്പൊ റീസൺ എന്തായാലും കറക്റ്റ് ആണ്. പിന്നെ ഉള്ളത് അസേർഷൻ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ, അതായത് അസേർഷനും റീസണും ശരിയാണ്. ഈ റീസൺ തന്നെയാണ് അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻസ് ഒക്കെ വായിച്ചു നോക്കുന്നത്. അപ്പൊ നമ്മൾ തോന്നുന്നത് എ ആണെന്നാണ് ഉത്തരം. ഓക്കെ, എല്ലാവരും എ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. യെസ്, ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ ആൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ കൂടുതൽ ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. 2023 ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കാൽവിൻ സൈക്കിൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണേ. ഇത് സ്റ്റെപ്പുകളാണ്, കണ്ടോ. ഫോട്ടോസിന്തസിന്റെ കാൽവിൻ സൈക്കിളിലെ സ്റ്റെപ്പുകളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ദ ഫസ്റ്റ്, ഇതെല്ലാവരും ഉത്തരം പറഞ്ഞേ പറ്റൂ, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും പഠിച്ച കാര്യമാണ്. ദ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ഫിക്സേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്ലിസറാൽഡിഹൈഡ് 3-phosphate. Glycerate 3-phosphate. Glycerate 3-phosphate is immediately reduced to 3-carbon sugar phosphate, that is triose phosphate. Conversion of glycerate 3-phosphate to triose phosphate consumes NADP plus H plus and ATP. Triose phosphate is further metabolized to produce sugars. Some of the triophosphate is metabolized to produce ribulose bisphosphate. ഈ ഓർഡർ കറക്റ്റ് ആയിട്ടൊന്ന് എല്ലാവരും പറഞ്ഞേ, ഏതാണ് ഇതിലെ കറക്റ്റ് ഓപ്ഷൻ, ഏതാണ് ഉത്തരം എന്നുള്ളത്. പെട്ടെന്ന് പറഞ്ഞേ, സമയമില്ല, പെട്ടെന്ന് പറഞ്ഞേ. ഇത് ആൾറെഡി കാൽവിൻ സൈക്കിൾ പഠിച്ചതാണ്. ഒരാളെങ്കിലും പെട്ടെന്ന് ഉത്തരം വരട്ടെ. ഇത് ഏതാണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഇതിന്റെ കറക്റ്റ് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യം നടന്ന ഇവന്റ് ആണ് ആദ്യം ഫസ്റ്റ് ഓപ്ഷൻ, ഫസ്റ്റ് ഇത്. അതിപ്പോ എ ആണ് ആദ്യം നടന്നെങ്കിൽ എ, ബി ആണ് രണ്ടാമത് നടന്നെങ്കിൽ ബി, മൂന്നാമത് നടന്നത് ഡി ആണെങ്കിൽ അങ്ങനെ എ ബി ഡി അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ആ സീക്വൻസ് ആണ് കറക്റ്റ് ആയിട്ട് അവർ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഈ 4 എണ്ണത്തിൽ ഒരു ഓപ്ഷൻ ആ സീക്വന്റ് കറക്റ്റ് ആയിട്ടാണ് ഉള്ളതാണ്. ദൈവമേ, ആർക്കും അറിഞ്ഞൂടെ? അപ്പൊ ആരും കാൽവിൻ സൈക്കിൾ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി. ഇവന്റ് കറക്റ്റ്, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
ഒന്നും ഇൻഡയറക്റ്റ് അല്ല ഇതിനകത്ത്. നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെയാണ്. അപ്പൊ ആർക്കും അറിഞ്ഞൂടാ. ഒരാൾ വന്നു. ഓക്കെ, ഫോർത്ത് വൺ ആണ്. ഓക്കെ. ഫാത്തിമ ഫോർത്ത് വൺ. ഓക്കെ, ഓപ്ഷൻ 4 ആണ്. ഓക്കെ, അപ്പൊ ഒരാളെ ഉള്ളൂ. എ ഫോർത്ത് വൺ എന്ന് വെച്ചാൽ ACBDE. ഓക്കെ, നോക്കാം. ഓപ്ഷൻ 3 ആണ്, അതായത് സി ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. ഈ ഓർഡർ കറക്റ്റ് ആയിരുന്നു, അതായത് ABCDE. നിങ്ങൾ കാൽവിൻ സൈക്കിൾ ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ ഓർഡർ തന്നെയാണ് കാൽവിൻ സൈക്കിൾ, ABCDE. അതായത് ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഞാൻ ഓപ്ഷൻ സി എന്നിട്ടിരിക്കുന്നത് 3 ആണ് കേട്ടോ. ഓക്കെ, എല്ലാം ഇതിനകത്ത് എന്താണെന്നുള്ളതെല്ലാം വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 15 2023 ഉള്ളത് തന്നെ. ഇത് നമ്മുടെ ഫോട്ടോ പീരിയോഡിസത്തിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ പീരിയോഡിസം പ്ലാന്റ്സിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫോട്ടോ പീരിയോഡിസം, ലോങ് ഡേ പ്ലാന്റ് ഫ്ലവേഴ്സ് ഓൺലി ഇഫ് ദ നൈറ്റ് ഇസ് ലോങ്ങർ ദാൻ എ ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. ഇത് ശ്രദ്ധിച്ച് ലോങ് ഡേ പ്ലാന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലോങ് ഡേ പ്ലാന്റ് ഫ്ലവേഴ്സ് എപ്പോഴാണ് പൂക്കുന്നത്? ഇഫ് ദ നൈറ്റ് ഇസ് ലോങ്ങർ ദാൻ എ ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. ഈ ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്, നൈറ്റും ക്രിട്ടിക്കൽ ഡേ ലെങ്ത് നൈറ്റ് ലെങ്ത് ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ വഴി പഠിപ്പിച്ചായിരുന്നു ഞാൻ. നൈറ്റ് ഇസ് ലോങ്ങർ ദാൻ എ ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്, അതായത് ഒരു ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ് എന്ന് പറയുന്നത് ഡേനെയും നൈറ്റിനെയും, അതായത് 12 മണി 2-12, അതായത് രാത്രിനെയും പകലിനെയും ഇത് എന്താണ് സ്പ്ലിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നതിനാണ് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം നൈറ്റ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡിനെക്കാളും കൂടുതലായിരിക്കണം, അതായത് നൈറ്റ് ആയിരിക്കും കൂടുതൽ. ലോങ് ഡേ പ്ലാന്റിന് വേണ്ടത് എന്താണ്? ലോങ് ഡേ ആണ്. അപ്പം നൈറ്റ് ഷോർട്ടർ ദാൻ എ ക്രിട്ടിക്കൽ ഡാർക്ക് പീരീഡ്. നൈറ്റ് എന്തായിരിക്കണം? ഷോർട്ടർ ആയിരിക്കണം. സെക്കൻഡ് ഓപ്ഷൻ ഷോർട്ടർ ആണ്. ഫ്ലാഷ് ഓഫ് ലൈറ്റ് ഇന്ററപ്റ്റിംഗ് ദ ഡാർക്ക് പീരീഡ് പ്രൊമോട്ട്സ് ഫ്ലവറിംഗ്. ലൈറ്റ് പീരീഡ് ലെസ് ദാൻ 8 hours സഫിഷ്യന്റ്. ലെസ് ദാൻ 8 hours അല്ല, കാരണം ലെസ് ദാൻ 8 hours പോരാ, കാരണം ലോങ് ഡേ ആണ്. അപ്പൊ അവർക്ക് 8 hours കൂടുതൽ പ്ലാൻ ടൈം വേണം. അപ്പൊ എന്റെ ഉത്തരം വരുന്നത്, ആരും ഉത്തരം തന്നിട്ടില്ല ഇതുവരായിട്ട്, അപ്പൊ എന്റെ ഉത്തരം ഞാൻ തന്നെ പറയാം. ഉത്തരം സെക്കൻഡ് ആണ്, ബി ആണ് ഓപ്ഷൻ. കാരണം നൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഡേനെക്കാളും ഷോർട്ടർ ആയിരിക്കണം. അതായത് ക്രിട്ടിക്കൽ രണ്ടായിട്ട് രാവിലെ പകലിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രാവിനെക്കാളും കൂടുതൽ പകലായിരിക്കണം. അങ്ങനെ ഒരു ലോങ് ഡേ ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നൈറ്റ് ലെങ്ത് കുറവും ഡേ ലെങ്ത് കൂടുതലും ആയിരിക്കണം എന്നാണ് സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ ലോങ് ഡേ പ്ലാന്റ് പൂക്കത്തുള്ളൂ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 16th വൺ ആണ്. 2024 ക്വസ്റ്റ്യൻ ആണ്. 23 കഴിഞ്ഞ് 24 രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ചോദിച്ചിരിക്കുന്നതും ഇതും എന്താണ്? ഡാർക്ക് റിയാക്ഷന്റെ ചോദ്യം തന്നെയാണ്, ഫോട്ടോസിന്തസിന്റെ. The glycolytic pathway is the only route available for the oxidation of sugars in plant cells. Plant cells ഷുഗേഴ്സിന്റെ ഓക്സിഡേഷൻ ഞാൻ പറഞ്ഞു, ഓൺലി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതൊരു ചോദ്യചിഹ്നമായിട്ട് വെക്കുക. തെറ്റാവാനുള്ള ചാൻസ് ആണ് കൂടുതൽ. ഇപ്പൊ ഗ്ലൈക്കോലിറ്റിക് പാത്വേ ഇസ് ദ ഓൺലി റൂട്ട് അവൈലബിൾ ഫോർ ദ ഓക്സിഡേഷൻ ഓഫ് ഷുഗേഴ്സ് ഇൻ പ്ലാന്റ് സെൽസ്. നോക്കാം. In pentose phosphate pathway, the complete oxidation of 1 glucose 6-phosphate molecule to carbon dioxide result in the production of 12 NADPH molecule. ഇത് കറക്റ്റ് ആണ്. 12 NADPH മോളിക്യൂൾ തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 തെറ്റും സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റുമാണ്. അപ്പം എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 is incorrect but സ്റ്റേറ്റ്മെന്റ് 2 is കറക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എന്താണ്? ഡി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾ ആരും ഉത്തരം പറയാത്തതാണ് ഞാൻ തന്നെ പറയുന്നത് കേട്ടോ. അപ്പം ഇതിന്റെ ഓവറോൾ ഇതൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 6 glyceraldehyde 6-phosphate plus 12 NADP plus gives 5 glyceraldehyde 6-phosphate plus 12 NADPH plus 6 CO2 plus inorganic phosphate. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following combination of statement are true about C4 plants, C4 cycle? ഇത് നേരത്തെ നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നില്ലേ, മാലൈറ്റും അസ്പാർട്ടേറ്റ് ഒക്കെ ഉണ്ടാവുന്ന, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്.
മാലിക് ആസിഡ് ഫോംഡ് ഇൻ ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ സെൽസ്. മാലിക് ആസിഡ് എവിടെയാണ്? ഇത് ആരെങ്കിലും ഉത്തരം തരും, ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. മാലിക് ആസിഡ് എവിടെയാണ് ഫോം ചെയ്യുന്നത്? മീസോഫിൽ സെൽസിന്റെ ക്ലോറോപ്ലാസ്റ്റിലാണ്. ഓക്കെ, നോക്കാം. മാലിക് ആസിഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ക്ലോറോപ്ലാസ്റ്റ് ഓഫ് ബണ്ടിൽ ഷീത്ത് സെൽസ്. അതായത് മീസോഫിൽ സെൽസിൽ നിന്ന് മാലിക് ആസിഡ് ബണ്ടിൽ ഷീത്ത് സെൽസിലേക്ക്, മീസോഫിൽ സെൽസിൽ ഉണ്ടാവുന്നു, ബണ്ടിൽ ഷീത്ത് സെൽസിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ ഇത് രണ്ടും പഠിച്ചതാണ്, ഇത് രണ്ടും കറക്റ്റ് ആയിട്ടുള്ളതാണ്. പൈറുവിക് ആസിഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ മീസോഫിൽ സെൽ മൂവ്സ് ടു ദ ക്ലോറോപ്ലാസ്റ്റ്. പൈറുവിക് ആസിഡ് അല്ല, മാലിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് ഇസ് ട്രാൻസ്പോർട്ട് ക്ലോറോപ്ലാസ്റ്റ് ഓഫ് മീസോഫിൽ സെൽസ് അല്ല. ഇതിലെ ഓപ്ഷൻസ് എയും ബിയും ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ്, അത് 1 തന്നെയാണ് കറക്റ്റ് ഉത്തരം. കാരണം മാലിക് ആസിഡ് ഫോം ചെയ്യുന്ന മീസോഫിൽ സെൽസിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബണ്ടിൽ ഷീത്ത് സെൽസിലാണ്. അപ്പം ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഇസ് 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ അല്ല, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പീറ്റ് മോസ്? ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റണമെന്നില്ല. ഇതിൽ ഏതാണ് പീറ്റ് മോസ്? പെല്ലിയ, സ്പാഗ്നം, മാർക്കന്റീന, ഫ്യൂനേറിയ. ഇപ്പം ചോദിച്ച ഉത്തരമാണ് ബി ആണ്. ഓക്കെ, സ്പാഗ്നം. ഓക്കെ. അപ്പം സ്പാഗ്നം നോക്കാം. സ്പാഗ്നം ആണ്. യെസ്, ബി, സ്പാഗ്നം തന്നെയാണ് പീറ്റ് മോസ്. അതായത് പീറ്റ് മോസ് എന്ന് പറയുന്നത് ഇതൊരു ടൈപ്പ് ഓഫ് ഡീക്കേഡ് ഓർഗാനിക് മാറ്റർ ആണ്. വെറ്റ്ലാൻഡ്സിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിക് മാറ്റർ ആണ് പീറ്റ് മോസ്. സ്പാഗ്നം ആണ് ഈ പറഞ്ഞ പോലെ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് മോസ് ആണ്. അപ്പം സ്പാഗ്നം ഈ പറഞ്ഞ പോലെ എന്താണ്, പീറ്റ് മോസ് ഉണ്ടാക്കാൻ പറ്റും. മോസ് എന്ന് വെച്ചാൽ നമ്മുടെ പായലില്ലേ, പച്ച നമ്മള് പായല്, ആ സാധനം തന്നെയാണ്. പെല്ലിയ, മാർക്കന്റീന, ഫ്യൂനേറിയ, ഇത് മൂന്നുപേരും ബ്രയോഫൈറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പീറ്റ് മോസ് ഫോം ചെയ്യാൻ പറ്റില്ല. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ഡേ പ്ലാൻ, ലോങ് ഡേ പ്ലാനിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. മാച്ച് ദ ഫോളോയിങ്. ഷോർട്ട് ഡേ പ്ലാന്റ്, ഇത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ഞാൻ പറയട്ടെ. ഷോർട്ട് ഡേ പ്ലാനിന്റെ സമയം എത്രയാണ്? ഷോർട്ട് ഡേ പ്ലാനിന് വേണ്ടത് ഷോർട്ട് ഡേ ആണ്. അപ്പൊ എന്താണ് ഷോർട്ട് ഡേ പ്ലാനിന് വേണ്ടത്? ഷോർട്ട് ഡേയും. കറക്റ്റായിട്ട് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ആരെങ്കിലും ഉത്തരം ഒന്ന് പറയണേ. ഷോർട്ട് ഡേ പ്ലാനിന് ഷോർട്ട് ഡേയും ലോങ് നൈറ്റും ആണ് വേണ്ടത്. അപ്പൊ ഇവർക്ക് ഷോർട്ട് ഡേ മതി. ഇവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ദൈർഘ്യം കൂടിയ ഡാർക്ക്നെസ് ആണ്, അല്ലെ? അത് നൈറ്റ് ആണ് കൂടുതൽ വേണ്ടത്, അത് ഡാർക്ക്നെസ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പം ഒബ്വിയസ്ലി ഷോർട്ട് ഡേ പ്ലാൻ എന്ന് പറയുന്നത് ഡാർക്ക് പീരീഡ് ഓഫ് അബൌട്ട് 14 to 16 hours. അപ്പം ഓപ്ഷൻ A3 ആണ്. A3 വരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ആണ്. പിന്നെ രണ്ടാമത്തത് PR ആണ്. എന്താണ് PR ഉം PFR എന്നും പറഞ്ഞുതരാം. ഇനി അടുത്തത് ലോങ് ഡേ പ്ലാൻ. ലോങ് ഡേ പ്ലാനിന് വേണ്ടത് ലോങ് ഡേ ആണ്. അപ്പൊ ഡേ ലെങ്ത് 14 to 16 hours ആണ്. അപ്പൊ അത് രണ്ടും ഓപ്ഷനായി. A3യും C1ഉം ആയി. A3യും C1ഉം എന്തായാലും ഡി ഓപ്ഷൻ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതിനകത്ത് PR ഉം PFR എന്ന് രണ്ടുപേരെ കൊടുത്തിട്ടുണ്ട്. ഈ PR ഉം PFR എന്ന് പറയുന്നത് ഈ പ്ലാന്റ്സ് ചുമ്മാ നമ്മൾ പറയത്തില്ലേ ലൈറ്റ് സെൻസ് ചെയ്തെടുക്കുമെന്ന് പറയത്തില്ലേ പ്ലാന്റ്സിന്റെ ലീഫിലൂടെ. അപ്പൊ ഈ പ്ലാന്റ്സ് ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. ആ പ്രോട്ടീനിന്റെ പേര് പറയുന്നത് നമ്മൾ ഫൈറ്റോക്രോംസ് എന്നാണ്. ഓക്കെ, ആ ഫൈറ്റോക്രോംസ് 2 ടൈപ്പ് ഉണ്ട്. 2 റിവേഴ്സിബിൾ ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരെണ്ണത്തിന്റെ പേര് PR എന്നും, അത് റെഡ് ലൈറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. സണ്ണിൽ നിന്നുള്ള റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നവരെ നമ്മൾ PR എന്നും, ഫാർ റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്, ഫാർ എന്ന് വെച്ചാൽ നല്ല ദൂരത്ത് നിന്നുള്ള റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നവരെ നമ്മൾ PFR എന്നും പറയും. അവരെയാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ PR എന്ന് സെക്കൻഡ് ഓപ്ഷൻ പറഞ്ഞിരിക്കുന്ന PR എന്ന് പറയുന്നത് പ്ലാന്റ്സ് ലൈറ്റ് സെൻസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടാണ്. അവർക്ക് ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് അവർ ലൈറ്റ് എടുക്കുന്നത്. ആ പ്രോട്ടീന്റെ പേര് ഫൈറ്റോക്രോംസ് എന്നാണ്. ഫൈറ്റോക്രോംസ് നമുക്ക് 2 രീതിയിലുണ്ട്. ശരിക്കും ആ ഒരു ഫൈറ്റോക്രോം ഉപയോഗിച്ചിട്ട് ലൈറ്റ് എടുക്കുന്ന ഒരു ലോങ് പ്രോസസ് ആണ്. നിങ്ങൾക്ക് അതൊന്നും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. PG കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചാൽ മതി. നെറ്റ് എക്സാമിനൊക്കെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പക്ഷെ CUT എക്സാമിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അത് ഇത്രയും മാത്രം നോക്കിയാൽ മതി. അപ്പം PR എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പ്രോട്ടീനെ PR എന്നും പറയും. 2 ടൈപ്പ് ഓഫ് ഫൈറ്റോക്രോംസ് ഉണ്ട്. 2 ഫോമിലാണ്, ടൈപ്പ് അല്ല, 2 ഫോംസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. PR എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതും PFR എന്ന് പറയുന്നത് ഫാർ റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. PR എന്ത് ചെയ്യുന്നു? റെഡ് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് PFR ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. PFR എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫാർ റെഡ് അബ്സോർബ് ചെയ്തിട്ട് PR ആയിട്ട് കൺവേർട്ട്. 2 പേർ റിവേഴ്സിബിൾ ആണ്. PR PFR ആവും, PFR PR ആവും. അതുകൊണ്ടാണ് അവർ റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അതില് PR ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? B4 ആണ്. അബ്സോർബ് ചെയ്യുന്നത് 660 to
665 നാനോമീറ്ററിലും PFR 730 നാനോമീറ്ററിലുമാണ് ലൈറ്റ്. അപ്പൊ ഇതൊന്ന് രണ്ടൊന്ന് പഠിച്ചു വെക്കണേ. PR 665 റേഞ്ചിലും PFR 730 റേഞ്ചിലും. അടുത്തത് ക്വസ്റ്റ്യൻ 20th ക്വസ്റ്റ്യൻ, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അറേഞ്ച് ദ ഗിവൺ പ്രോസസ് ഇൻവോൾവ് ഇൻ നൈട്രൺ സൈക്കിൾ. സിമ്പിൾ ആണ്. നൈട്രൺ സൈക്കിളിന്റെ സ്റ്റെപ്പുകൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ആദ്യത്തത് അമോണിയ, ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന അമോണിയ, ഓർഗാനിക് നൈട്രജൻ, സോയിൽ ഓർഗാനിക് നൈട്രജൻ, നൈട്രജൻ ഫോർമേഷൻ, നൈട്രേറ്റ് ഫോർമേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡർ? ഓപ്ഷൻ എ ആണോ, ബി 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ഓർഡറിൽ നൈട്രൺ സൈക്കിൾ കൊടുത്തിരിക്കുന്നതെന്ന് പറയണേ. പെട്ടെന്നാവട്ടെ. ആർക്കും അറിഞ്ഞൂടെ? ഓപ്ഷൻ വന്നിട്ട് എ, അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. അതായത് ഫസ്റ്റ് ഫോം ചെയ്യുന്ന അമോണിയ ആണ്. രണ്ടാമത് സോയിലിന്റെ ഓർഗാനിക് നൈട്രജൻ ആണ് ഫോം ചെയ്യുന്നത്. മൂന്നാമത് ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ, സോയിലിലെ ഓർഗാനിക് നൈട്രജൻ ആണ് രണ്ടാമത്. മൂന്നാമത് ഓർഗാനിക് നൈട്രജൻ ഫോർമേഷൻ ആൻഡ് നാലാമതാണ് നൈട്രേറ്റ് ഫോർമേഷൻ. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇസ് ACBD ആണ് കറക്റ്റ് ആൻസർ. അതിന്റെ കാരണങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സ്പ്ലനേഷൻ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെസൽസ്, സൈലം വെസൽസ് ആർ പ്രസന്റ് ഇൻ, വെസൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈലം വെസൽസ് ആണ്, പ്രസന്റ് ഇൻ സൈക്കസ്, സാമിയ, ഗ്നിക്കോ, ഗ്നെറ്റം. ഇതിൽ ഏതാണ് വെസൽസ് കാണാൻ പറ്റുന്നത്? ഈ ജിങ്കോയും ജിങ്കോഫൈറ്റ, ഗ്നെറ്റം ഒക്കെ ഈ പറഞ്ഞ പോലെ ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പോ ബ്രയോഫൈറ്റ്സ് അല്ല, ടെറിഡോഫൈറ്റ്സ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി അവരിൽ നമുക്ക് കാണാൻ പറ്റില്ല. യെസ്, സോറി, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഗ്നെറ്റ് ആണ് കേട്ടോ, ഓപ്ഷൻ ഡി. ഓക്കെ. ജിംനോസ്പേംസ് ആൻഡ് വെസൽസ്. Vessels, a type of water conducting cells, are present in gnectum. Gnectum is a gymnosperm. Unlike other gymnosperms, Zygous, Zamia and Gnicco, which lack them. Okay. Ginkgo, Zygous, Zamia ഒക്കെ ഈ പറഞ്ഞ പോലെ എന്താണ്, ജിംനോസ്പേംസ് ആണെങ്കിൽ പോലും അവർക്ക് എന്തില്ല, വെസൽസ് ഇല്ല. ആരും ഒരാൾ ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി. ഓക്കെ. അപ്പം അഫ്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 പേരും എന്താണ്, ജിംനോസ്പേംസ് ആണ്. അതില് എക്സെപ്ഷൻ ആണ് ഗ്നെറ്റം. അതായത് വെസൽസ് ഉള്ള ഒരേ ഒരു ജിംനോസ്പേം ആണ് ഗ്നെറ്റം. ഓക്കെ. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ് ആർ കോൾഡ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ബ്രയോഫൈറ്റ്സ്. ഇതിൽ ഉത്തരം ഞാൻ പറയൂല, നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞേ പറ്റൂ. ആരുമില്ല ഉത്തരം പറയാൻ. നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ്. ഓക്കെ. സോഫി ഡി, ഫാത്തിമ, അഫ്ര 3 പേരും ഡി പറഞ്ഞിട്ടുണ്ട്. ഭവ്യ ഡി ആണ്. ഓക്കെ. അഫ്ര വീണ്ടും, അഫ്ര ഡി പറഞ്ഞു. ഡി, ബ്രയോഫൈറ്റ്സ്, നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ്. ഓക്കെ. മെജോറിറ്റി പേരും ഡി ആണ്. ഫാത്തിമ എല്ലാം ഡി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി അത് തന്നെയാണ്. അതായത് ബ്രയോഫൈറ്റ്സ് തന്നെയാണ് നോൺ വാസ്കുലർ ലാൻഡ് പ്ലാന്റ്സ്. ഫസ്റ്റ് ജിംനോസ്പേംസ് അല്ല കേട്ടോ, ബ്രയോഫൈറ്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇത്രയാണ്. ടോട്ടൽ 95 സ്ലൈഡ്സ് ഉണ്ട്. ഇത്രയും നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ ഓപ്ഷൻസിന്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ കറക്റ്റ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അപ്പൊ ശരി, ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഏകദേശം 15 മിനിറ്റ്സ് അധികം എടുത്തു, പക്ഷെ കുഴപ്പമില്ല. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം കോൺസെപ്റ്റ് എല്ലാം, അതായത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യേണ്ടെന്നുള്ളതിന്റെ കുറച്ച് ടിപ്പുകളെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ മോളിക്കുലർ ബയോളജി, നമ്മുടെ അടുത്ത ടോപ്പിക് മോളിക്കുലർ ബയോളജിയുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് റിവിഷൻ പോലെയും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ ശരി, നാളെ കാണാം.